എനിവേ, എല്ലാ അവസരങ്ങളും സുവിശേഷത്തിനും ദൈവനാമ മഹത്വത്തിനുമായിട്ട് തീരട്ടെ എന്ന് വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. ജോൺസൺ അച്ഛനെ കാണുമ്പോഴെല്ലാം വലിയ സന്തോഷം. ചേർന്ന് നമുക്ക് എല്ലാവർക്കും ആയിരിക്കാനും പ്രാർത്ഥിക്കാനും ഇങ്ങനെ ആയിരിക്കുന്ന അവസരത്തിനായിട്ട് വിശേഷിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു വലിയ പ്രചോദനം, ഒരു പ്രകാശനം സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് അത്. ബൈബിള് കൈകളിൽ എടുക്കാൻ ശേഷിയുള്ളവർ എടുക്കുക, അല്ലാത്തവര് ഞാൻ വായിക്കുമ്പോൾ ആ ഭാഗങ്ങള് കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായമാണ്. 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചുകൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ച് ഇപ്പോൾ ശരീരത്തിൽ അവസാനിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവ എത്രയും വ്യർത്ഥമായിരിക്കുന്നുവോ? തീർത്തും വ്യർത്ഥം. പൗലോസ് ലീഹ ഗലാത്യയിലുള്ള വിശുദ്ധരോട് സംസാരിക്കുമ്പോൾ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സംസാരിക്കുകയാണ്. ആ അഭിവാദനം തന്നെ എങ്ങനെ ആരംഭിക്കുന്നത്? ഭോഷന്മാരായ ഗലാത്യക്കാരെ എന്ന് വിളിച്ചാണ് അഭിവാദനം തന്നെ ആരംഭിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഭോഷന്മാരായ ഗലാത്യക്കാരെ എന്ന് പൗലോസ് ലീഹ അവരെയുള്ളവരെ വിളിക്കുന്നത്? എന്താണ് അവർ കാണിച്ച ഭോഷത്വം, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ഭോഷത്വം? അത് നമ്മൾക്കൊന്ന് ഗ്രഹിച്ചാൽ ആ ഭോഷത്വം നമുക്കുണ്ടോ എന്ന് സ്വയം പരിശോധന നടത്താനായിട്ട് ഇന്നത്തെ ഈ വചന കേൾവി പ്രയോജനമാകും എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. കരമുയർത്തി നമുക്ക് ഒരിക്കൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണു മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? അപ്പൊ അതാണ് ചോദ്യം. ക്രൂശിതനായി യേശു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഈശോയുടെ കുരിശിലെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ വ്യക്തമായ ഉൾക്കാഴ്ച പൗലോസ് ലീഹ ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് കൊടുത്തു. അങ്ങനെ കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്താലുള്ള അത്ഭുതകരമായ സൗഖ്യങ്ങളും അടയാളങ്ങളും അതിദാരുണമായ പീഡാസഹനത്തിന്റെ അതിന്റെ ബലവും കൃപയും ഒക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് എന്ത് സംഭവിച്ചത്? ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി, അപ്പൊ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? ആരാണ് ആഭിചാരം ചെയ്തത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഈ പറയുന്ന പ്രവൃത്തി? അത് എങ്ങനെയുള്ള ഒരു ആഭിചാരമാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഇന്ന് നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം ഈ വചന കേൾവിയാൽ ഉളവാകും എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. ഒന്നുകൂടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ എങ്ങനെയാ പറയുന്നത്? കണ്ണിന് മുമ്പില്, കണ്ണ് തുറന്നാല് കണ്ണിന് മുമ്പില് ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? അപ്പൊ ഗലാത്യക്കാരുടെ ഒരു അവസ്ഥയാണ്, ഗലാത്യയിലുള്ള വിശുദ്ധരുടെ ഒരു അവസ്ഥയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി യേശു അവരുടെ കണ്ണിന് മുമ്പിൽ നിൽക്കുകയാണ്. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ക്രൂശിതനായ യേശു കണ്ണിന് മുമ്പിൽ നിൽക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഈശോയിലുള്ള ജീവിതം. അതാണ് ക്രൂശിതനായ ഈശോ നമ്മുടെ കണ്ണിന് മുമ്പിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഈശോയിലൂടെ അല്ലാതെ ഇനി ഒന്നിനെയും നോക്കുവാനും ഒന്നിനെയും കാണുവാനും കഴിയാത്ത തരത്തിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ യേശു നിൽക്കുന്ന
ഒരു ചിത്രമാണ് യഥാർത്ഥ ക്രിസ്തീയ ചിത്രം എന്ന് പറയുന്നത്. നാം എല്ലാത്തിനെയും കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്, യേശുവിലൂടെയാണ്. ബന്ധങ്ങളെ, സകലത്തെയും കാണുന്നത് യേശുവിലൂടെയാണ്. പരാജയങ്ങളെ, വിജയങ്ങളെ, തോൽവികളെ, സൗഖ്യത്തെ, സഹനത്തെ, അത്ഭുതത്തെ, അടയാളത്തെ, വിവിധ വീര്യപ്രവൃത്തികളെ എല്ലാത്തിനെയും കാണുന്നത് യേശുവിലൂടെയാണ്. അപ്പനെ കാണുന്നത് യേശുവിലൂടെ, അമ്മയെ കാണുന്നത് യേശുവിന്റെ കഷ്ടാനുഭവത്തിലൂടെ, വീട്ടുകാരെ കാണുന്നത് യേശുവിന്റെ കഷ്ടാനുഭവത്തിലൂടെ, എനിക്ക് ദൈവം തന്ന ജോലിയെ, അതല്ല സൗഭാഗ്യങ്ങളെല്ലാം കാണുന്നത് കുരിശിലൂടെ. അപ്പൊ അതാണ് യഥാർത്ഥ ക്രിസ്തീയമായ ജീവിതം എന്ന് പറയുന്നത്. കർത്താവായ യേശുവിന്റെ കുരിശിലൂടെ എല്ലാത്തിനെയും കാണുക. ഹല്ലേലൂയ. ചേർന്ന് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ്. അപ്പൊ ആ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സഹോദരങ്ങളെ നമ്മളിപ്പോ കേട്ടത്. എല്ലാത്തിനെയും കുരിശിലൂടെ കാണുക. അത് ആവർത്തിച്ച് നെഞ്ചോട് കൈ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞു. എല്ലാറ്റിനെയും കുരിശിലൂടെ ദർശിക്കുക, എല്ലാറ്റിനെയും കുരിശിലൂടെ കാണുക. അതാണ്, എല്ലാറ്റിനെയും കുരിശിലൂടെ കാണുക. അത് വിജയത്തെയും കുരിശിലൂടെ കാണുക, തോൽവിയും കുരിശിലൂടെ കാണുക, അവഹേളനത്തെയും ആക്ഷേപത്തെയും അപമാനത്തെയും അനുമോദനത്തെയും എല്ലാറ്റിനെയും കുരിശിലൂടെ കാണുക. അതാണ് ചിത്രം. അപ്പൊ ഇങ്ങനെയായിരുന്നു ഗലാത്യയിലുള്ള വിശുദ്ധന്മാര് ജീവിതം ആരംഭിച്ചത്. അവരുടെ നോട്ടം, അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി, അവരുടെ ചിന്തയെല്ലാം ഈശോയുടെ കുരിശിൽ ബന്ധിതമായിരുന്നു. ഹല്ലേലൂയ. അതാണ്, ഈശോയുടെ കുരിശിൽ ബന്ധിതമായിരുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തോൽവി വന്നോ, ഈശോയുടെ കുരിശിലൂടെ അതിനെ നോക്കി കാണും. ഇതാണ് ആ വിജയകരമായ ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി യേശു ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കണ്ണിന് മുമ്പിൽ യേശുവിന്റെ കുരിശിലൂടെ കാണുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോ ആ സഹനത്തെ പോലും നമുക്ക് നോക്കി കണ്ടിട്ട് യാതൊരു പരിഭവവും കൂടാതെ, പെറുപെറുപ്പ് കൂടാതെ ദൈവസേവ നമുക്ക് നടത്താൻ കഴിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മള് കുരിശിലൂടെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്, കുരിശിലൂടെയാണ് നമ്മൾ അതിനെ കാണുന്നത്. കർത്താവായ യേശുവിന്റെ കുരിശിലൂടെയാണ് സകലത്തെയും കാണുന്നത്, അല്ലെങ്കിൽ കാണേണ്ടിയത്. അവിടെയാണ് ആ ജീവിതം നമുക്ക് വാസ്തവം. കർത്താവായ യേശുവിന്റെ കുരിശിലൂടെ എല്ലാറ്റിനെയും കാണുക. ജയമാണോ തോൽവിയാണോ മുമ്പിൽ വരുന്ന എന്തുമായിക്കോട്ടെ കുരിശിലൂടെ കാണുക. ഒരു ഉദാഹരണം പറഞ്ഞ് ഏറെ മനസ്സിലാകാൻ എളുപ്പമുണ്ടാകും. ഒരു സഹനം വരുന്നോ, കുരിശിലൂടെ ആ സഹനത്തെ നോക്കുക. ഇത്രയും സഹിച്ച ഈശോയോട് ചേർന്ന് സഹിക്കാനുള്ള കൃപ ആ കുരിശിലൂടെ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. യൂദാസിനെ പോലെ ഒരാൾ നമ്മെ തള്ളിപ്പറഞ്ഞു എന്നിരിക്കട്ടെ, കുരിശിലൂടെ നോക്കുക. കുരിശിലൂടെ നോക്കുമ്പോൾ പരിഭവം കൂടാതെ യൂദാസിനെ ചുംബിക്കുവാൻ നമുക്ക് കഴിയും. അപ്പൊ എല്ലാറ്റിനെയും കുരിശിലൂടെ കാണുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് ഈ സദ്വർത്തമാനം അവരോടും കൂടെ പറയുക. എല്ലാറ്റിനെയും ഈശോയുടെ കുരിശിലൂടെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ആദ്യമേ തന്നെ നമ്മുടെ ഹൃദയത്തില് കിട്ടേണ്ടിയ ആദ്യ ചിന്ത എന്ന് പറയുന്നത്. ഗലാത്യക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? അതാ ചോദിക്കുന്നത്. ഗലാത്യയിലുള്ള വിശുദ്ധരെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് ആഭിചാരം ചെയ്തത് നിങ്ങൾക്കെതിരെ? ആരാണ് നിങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയത്? എല്ലാം ഈശോയുടെ കുരിശിലൂടെ കാണുന്ന നിങ്ങൾക്ക് എന്ത് പറ്റി? അതാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഉയർത്തി പറയാം ഹല്ലേലൂയ, പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാറ്റിനെയും കുരിശിലൂടെ കാണുന്ന ഒരു ജീവിതമായിരുന്നു നമുക്കുള്ളത്. എല്ലാറ്റിനെയും കുരിശിലൂടെ കാണുന്ന ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ക്ലിയർ ആണോ? എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം ബ്രദറെ, കേൾക്കാം. എല്ലാറ്റിനെയും കുരിശിലൂടെ കാണുന്ന ജീവിതം. നമുക്കൊന്ന് ചേർന്ന് പറയാം, എല്ലാറ്റിനെയും കുരിശിലൂടെ കുരിശിലൂടെ കാണുന്ന ജീവിതം.
കുരിശിലൂടെ കാണുന്ന ജീവിതം. കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി ക്രിസ്തു. ചേർന്ന് പറഞ്ഞു, കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ ക്രിസ്തു. കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ ക്രിസ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ ക്രിസ്തു ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് അവർക്ക് ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. എല്ലാറ്റിനെയും യേശുവിലൂടെ കാണുന്ന അവസ്ഥയിൽ നിന്ന്, ഈശോയുടെ കുരിശിലെ വിജയത്തിലൂടെ സകലത്തെയും കാണുന്ന അവസ്ഥയിൽ നിന്ന് അവർക്കൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ അപ്പോസ്തലൻ ചോദിക്കുന്നത്, നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇത് മാത്രം നിങ്ങളിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യയിലുള്ള വിശുദ്ധരോട് ചോദിക്കുകയാണ്, ഇത് മാത്രം നിങ്ങളിൽ നിന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് പൗലോസ് ശ്ലീഹയ്ക്ക് ഗലാത്യയിലുള്ള വിശുദ്ധരിൽ നിന്ന് അറിയേണ്ടതെന്ന് കേൾക്കണ്ടേ? അതാണ് അടുത്ത ഭാഗം. ശ്രദ്ധിച്ചോട്, ഇതൊന്നും മാത്രം ഞാൻ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചുകൊണ്ടോ? പ്രധാന വിഷയങ്ങളിലേക്ക് വരുവാണേ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. ഒരിക്കൽ കൂടെ കരമുയർത്തി നമുക്ക് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ ഈശോയുടെ വിജയം ഇരുന്നവർക്ക് അവർ ആഭിചാരം ചെയ്യപ്പെട്ട് ബന്ധിതരായി മാറുകയാണ്. ഒരു കാര്യം മാത്രം പൗലോസ് ശ്ലീഹ അവരിൽ നിന്ന് അറിയാനായിട്ട് ഇച്ഛിക്കുന്നു. ഇത് മാത്രം നിങ്ങളിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിക്കുന്ന ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനമാണ്. പ്രിയ സഹോദരങ്ങളെ, ആ വാക്യം നിങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കുക. ഇത് മാത്രം നിങ്ങളിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അപ്പൊ 2 കാര്യം പൗലോസ് ശ്ലീഹ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊന്നും മാത്രം നിങ്ങൾ ഇന്ന് അറിയാനാകും. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ, ഒന്നാമത്തേത് നിയമത്തിന്റെ അനുഷ്ഠാനം, രണ്ടാമത്തേത് വിശ്വാസത്തിന്റെ അനുസരണം. രണ്ടും ഒന്ന് പറയാമോ? നിയമത്തിന്റെ അനുഷ്ഠാനം, വിശ്വാസത്തിന്റെ അനുസരണം. ഒന്നുകൂടെ പറയാം, നിയമത്തിന്റെ അനുഷ്ഠാനം, രണ്ട് വിശ്വാസത്തിന്റെ അനുസരണം. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലാണോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചിട്ടാണോ? അപ്പൊ ഏതിലൂടെയാണ് നിങ്ങൾക്ക് പരിശുദ്ധ റൂഹായെ കിട്ടിയത്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് ഇത് ഏതിലൂടെയാണ്? ഏതൊക്കെയാ? 2 ഒന്ന് നിയമത്തിന്റെ അനുഷ്ഠാനം, 2 വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചുകൊണ്ട്. വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിച്ചത് വിശ്വസിച്ചുകൊണ്ട്. വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിച്ചത് വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ ഇനി കുവൈറ്റിൽ ഇന്ന് ലൈവിൽ പങ്കുചേരുന്നവരോട് ചോദിക്കുകയാണ്, നമുക്ക് ആത്മാവിനെ കിട്ടിയത് ഇതിൽ ഏതിലൂടെയാണ്? നമ്മുടെ ഇനി താഴോട്ട് ചോദിക്കുമ്പോ ഇച്ചിരൂടെ ചോദിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ ആത്മാവിൽ ആരംഭിച്ച് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവ അത്രയും വ്യർത്ഥമായി തീർന്നുവോ? തീർത്തും വ്യർത്ഥം. നിങ്ങൾ ആത്മാവിനെ നൽകുകയും, 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തവൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ നിയമത്തിന്റെ അനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടതും വിശ്വസിച്ചത് കൊണ്ടോ? അപ്പൊ ഇവിടെ 2 പ്രധാന കാര്യം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു, കണ്ണ് തുറന്ന കണ്ണിന് മുമ്പിൽ ആരാ? ക്രൂശിതനായ ഈശോ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. കണ്ണ് തുറന്നാൽ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ യേശു. ആ അവസ്ഥയിൽ നിന്ന് ഗലാത്യയിലുള്ള പ്രിയപ്പെട്ടവര് ബന്ധിക്കപ്പെട്ടു. അവർ ഏതവസ്ഥയിലേക്കാ പോയത്? അത് പൗലോസ് ശ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഈ ഒരു ഫീഡ്ബാക്ക് മാത്രം എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊന്നു മാത്രം എന്നോട് പറ, നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവിനെ കിട്ടിയത്? അത് എത്രാം വാക്യം? 2-ാമത്തെ വാക്യത്തില്. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പിന്നെ എടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തവൻ അങ്ങനെ ചെയ്തത് എങ്ങനെയാ? അപ്പം നിങ്ങൾക്ക് ആത്മാവിനെ തന്നു, നിങ്ങളുടെ ഇടയില് വിവിധ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ നടന്നു.
അത് ചോദിക്കുക, അത് ഏത് ബേസിസിലാണ് നടന്നേ, ഏത് മാനദണ്ഡത്തിലാണ് അതെല്ലാം നടന്നത്? നിയമത്തിന്റെ അനുഷ്ഠാനത്താലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ അത് അനുഷ്ഠിച്ചതിനാലാണോ? അപ്പൊ ഇവിടെ രണ്ട് പ്രധാന ചോദ്യങ്ങള് നമ്മള് ഹൃദയത്തിൽ എഴുതണം. മുമ്പേ പറഞ്ഞതാണത്, പിന്നെ ആവർത്തിച്ച് പറയാൻ കാരണം ഇത് ഇച്ചിരി കട്ടിയായ ഭാഗം പോലെ തോന്നും, പക്ഷെ ഇതുപോലെ ലളിതമായ കാര്യമില്ല. ഇത് കേൾക്കുന്നതോടെ ചുരുളഴിഞ്ഞുള്ള വലിയ അത്ഭുതങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ ഇടവരും. കാരണം അത് അങ്ങനെ തന്നെയാ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ഹല്ലേലൂയാ. എവിടെ ചോദിക്കുകയാണ്, നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടാണോ? രണ്ട് ചോദ്യമാണ്. ഒന്ന്, നിയമം അനുഷ്ഠിച്ചത് കൊണ്ടാണോ അതോ വിശ്വാസത്തിന്റെ അനുസരണ നിമിത്തമാണോ? ഞാൻ ചോദിക്കട്ടെ, എന്നോട് ചേർന്ന് ലൈവിൽ പങ്കാളികളാകുന്നവരൊക്കെ ഒന്ന് ഇതിന് മറുപടി പറഞ്ഞേ. എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ അത്ഭുതം നടക്കുന്നത്? രണ്ട് ചോദ്യം അപ്പോസ്തലൻ ചോദിക്കുന്ന, ഒന്ന് നിയമത്തിന്റെ അനുഷ്ഠാനം, രണ്ട് വിശ്വാസത്തിന്റെ പ്രസംഗം. അപ്പൊ ഇതിന്റെ കേൾവിക്കാർ ആരാന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. കേൾവിക്കാര് നമ്മളെ പോലുള്ള ക്രിസ്ത്യാനികളല്ല കേട്ടോ. ഇതിന്റെ കേൾവിക്കാര് പഴയ നിയമം, മോശയുടെ ന്യായപ്രമാണം കൈകളിലുള്ള, പഴയ നിയമത്തെ വ്യക്തമായി അറിവുള്ള, പഴയ നിയമ എബ്രായ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന, മോശയുടെ ന്യായപ്രമാണം കൈകളിലുള്ള ആൾക്കാരാണ് ഇതിന്റെ കേൾവിക്കാര്. ഹല്ലേലൂയ. ഇതിന്റെ മാത്രമല്ല, നമുക്കറിയാം റോമാലേഖനം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം, ഈ ലേഖനത്തിനെല്ലാം എന്തുണ്ട്? പഴയ നിയമത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. ആ ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട്. അപ്പൊ പഴയ നിയമം കയ്യിലുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ നിയമം ഉണ്ടായിരുന്നല്ലോ, നിയമം അനുഷ്ഠിച്ചിട്ടാണോ ഇപ്പൊ നിങ്ങൾക്ക് ഉള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടിയത്? കാരണം ഈശോ വരുന്നതിന് മുമ്പേ അവർക്ക് എന്തുണ്ടായിരുന്നു? മോശയുടെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു, അല്ലെ? മോശയുടെ ന്യായപ്രമാണം ആകുന്ന നിയമം ഉണ്ടായിരുന്നു. നിയമം അനുഷ്ഠിച്ചിട്ടാണോ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്? നിയമം അനുഷ്ഠിച്ചിട്ടാണോ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടന്നത്? നിയമം അനുഷ്ഠിച്ചിട്ടാണോ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടായത്? നിയമം അനുഷ്ഠിച്ചിട്ടാണോ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കൃപ നിങ്ങൾ അനുഭവിക്കുന്നത്? അതോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ? അതാ ചോദ്യം. ഒന്നുകൂടെ ആ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം ഞാൻ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചുകൊണ്ടോ? അപ്പൊ ഗലാത്യക്കാരുടെ മറുപടി എന്തായിരിക്കണം? ഗലാത്യക്കാര് പറയുന്ന മറുപടി എന്തായിരിക്കണം? ഞങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചിട്ടാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ചേർന്ന് പറയാം, ഹല്ലേലൂയ. ഏതിലുള്ള വിശ്വാസം? ഏതിലുള്ള വിശ്വാസം? ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ? കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ യേശു ഇരിക്കുന്നു. യേശു എനിക്ക് വേണ്ടി കുരിശിൽ സകലവും ചെയ്തു കഴിഞ്ഞു എന്ന വിശ്വാസത്താലാണ് അവർക്ക് ആത്മാവിനെ കിട്ടിയതും അവർക്ക് എന്ത് ചെയ്തത്? അവർക്ക് അത്ഭുതങ്ങൾ നടന്നതും എല്ലാം. ഹല്ലേലൂയ. കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാലാണ് അവർക്ക് എല്ലാം സംഭവിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ കുരിശിൽ ചൊരിഞ്ഞ ഓരോ ഞായറാഴ്ചയും, അല്ലെങ്കിൽ ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്ക് വെള്ളിയാഴ്ച അല്ലേ, ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കാളിയാകുമ്പോ ആ ബലിയർപ്പണത്തിലൂടെ ഈശോയുടെ ഏകമായ എന്നേക്കുമായുള്ള ബലിയർപ്പണത്തിലൂടെ നമുക്ക് കിട്ടിയ സകല സൗഭാഗ്യങ്ങളെയും നാം ഓരോ ബലിയർപ്പണത്തിൽ പങ്കാളികളായി ഇന്ന് അനുഭവേദ്യമാക്കുകയാണ്, നമ്മിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് വാസ്തവത്തിൽ ഇന്ന് ഓരോ കൂദാശകളിലൂടെയും സംഭവിക്കുന്നത്. ഈശോയുടെ കുരിശിലൂടെ നമുക്ക് നൽകി തന്നതിനെ സഭ നമ്മിലേക്ക് ആവഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ് കൂദാശകളിലൂടെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നത്? ഈശോയുടെ കുരിശിലെ വലിയ വിജയം. അത് കണ്ണിന് മുമ്പിൽ ഇരുന്നു. അതിനകത്ത് നമ്മുടെ പ്രവൃത്തി ഉണ്ടോ? ഇല്ല. അതിനകത്ത് ആരുടെ പ്രവൃത്തിയാ ഉള്ളത്? യേശുവിന്റെ പ്രവൃത്തിയാ ഉള്ളത്. ഇനി നമ്മുടെ എന്നാ ഉള്ളേ? യേശുവിന്റെ പ്രവൃത്തിയിലുള്ള നമ്മുടെ വിശ്വാസം. ചേർന്നൊന്ന് പറഞ്ഞു, യേശുവിന്റെ പ്രവൃത്തിയിലുള്ള ഈശോയുടെ പ്രവൃത്തിയിലുള്ള ഈശോയുടെ പ്രവൃത്തിയിലുള്ള നമ്മുടെ വിശ്വാസമാണ് ഇന്ന് സകല അത്ഭുതങ്ങളുടെയും താക്കോല്. എന്നാല് ഇവര് ക്രൂശിതനായ ഈശോയെയും ഈശോയുടെ കുരിശിലെ പ്രവൃത്തിയെയും വിട്ടിട്ട് എങ്ങോട്ട് പോയി?
നിയമാനുഷ്ഠാനത്തിലൂടെ അത്ഭുതം നടക്കുമെന്ന് വിചാരിച്ച് നിയമത്തെ വീണ്ടും അനുഷ്ഠിക്കാൻ പോയി. അന്നേരം അവരെ വിളിക്കുകയാണ്, ഭോഷന്മാരായ ഗലാത്യക്കാരെ, നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം ഈശോയുടെ കുരിശിലൂടെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കെ നിങ്ങൾ ഇനി എന്തന്വേഷിച്ച് നടക്കുകയാണ്? ഹല്ലേലൂയ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ഇനി എന്തന്വേഷിച്ച് നടക്കുകയാണ്? കുരിശിലൂടെ എല്ലാം തന്നില്ലേ? ഇതൊരു വലിയ സത്യമാ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഈശോ കുരിശില് അവസാനമായിട്ട് പരിശുദ്ധ അമ്മയെ പ്രിയ ശിഷ്യനെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, യോഹന്നാനെ അല്ലെങ്കിൽ പ്രിയ ശിഷ്യനെ, ഇതാ നിന്റെ അമ്മ, അമ്മേ ഇതാ നിന്റെ മകനെന്ന് കുരിശിൽ വെച്ച് കഠിന വേദനയില് നിലവിളിച്ചിട്ട് അവിടെ വെച്ച് പറഞ്ഞ ആ പദം ഓർമ്മയുണ്ടല്ലോ, സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സകലവും പൂർത്തിയാക്കി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ രേഖയില് അത് രേഖപ്പെടുത്തുമ്പോൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അത് രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? സ്വന്തം തോളിൽ തല ചായ്ച്ച് പ്രാണനെ, ആത്മാവിനെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. സർവ്വത്തിൽ പറയാ ഹല്ലേലൂയ. അപ്പം ആ കുരിശിലെ പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ് ഇന്നത്തെ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണം. ഇന്ന് ഈ ലൈവിൽ പങ്കെടുക്കുന്നവരല്ല, ഇത് കഴിഞ്ഞ് കാണുന്നവര് പോലും അത്ഭുതകരമായിട്ട് സൗഖ്യമാകും. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ കണ്ണിന് മുമ്പില് ക്രൂശിതനായ ഈശോയുടെ രൂപം, ഈശോ ക്രൂശിക്കപ്പെട്ടവനായിട്ട് നമ്മുടെ കണ്ണിന് മുമ്പില് വരച്ച് കിട്ടിയിരിക്കുക സഹോദരങ്ങളെ. അതിനകത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ഉണ്ട്, ഒരു സംശയം വേണ്ട. അതാ നമ്മളിപ്പോ ഇവിടെ കേൾക്കുന്നതും പറയുന്നതും. സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാനത് ഉറപ്പിച്ചു പറയട്ടെ, കണ്ണ് തുറന്നാൽ കണ്ണിന് മുമ്പിൽ ഈശോയുടെ പ്രവൃത്തി, അവിടെയാണ് എല്ലാം ഇരിക്കുന്നത്. ഇന്ന് ദീർഘവർഷങ്ങൾ എനിക്കുണ്ടായിരുന്ന വലിയ സന്ദേഹമാണ്, അല്ലെങ്കിൽ എനിക്കുള്ള സംശയമാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ പോലെ വൈദികര് ബലിയർപ്പണം നടത്തുമ്പോൾ, ഓരോ തവണ ബലിയർപ്പണം നടത്തുമ്പോൾ ഈ ബലി എന്ന് പറഞ്ഞ് അർപ്പിക്കുന്ന ഈ ബലി, ദൈവമേ, ഒരിക്കലായി എന്നേക്കുമായുള്ള ബലി കുരിശിൽ നടന്നിട്ട് ഇനി എന്തിനാണ് ഓരോ ഞായറാഴ്ചയും ബലി അർപ്പിക്കുന്നതെന്ന് ചിന്തിച്ചും ചോദിച്ചും നിന്നിരുന്ന ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആയിരുന്നു ഞാൻ. അപ്പൊ ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാത്ത ഏക ബലി, എന്നേക്കുമായുള്ള ബലിയാണ് യേശു കുരിശിൽ അർപ്പിച്ച ബലി. അപ്പൊ ആ ബലി വീണ്ടും ഓരോ ഞായറാഴ്ച അർപ്പിക്കുന്നതിലൂടെ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി, ഈശോയെ വീണ്ടും ക്രൂശിക്കുന്നവരായിട്ട് നാം മാറുകയല്ലേ എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ മാത്രമല്ല, അപ്പോസ്തോലിക സഭകളില് ബലിയർപ്പണം നടക്കപ്പെടുമ്പോ അതിനെ ഞാൻ നോക്കിക്കണ്ടത് അങ്ങനെയാ. ഇവരെന്താ വീണ്ടും വീണ്ടും ഈ ബലി അർപ്പിക്കുന്നത്? കാരണം യേശു ഒരിക്കലായി അർപ്പിച്ച ബലി വീണ്ടും വീണ്ടും എന്തിനാ ഇവർ അർപ്പിക്കുന്നതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദൈവത്തിന്റെ വരദാനമായിട്ട് ദൈവം നമുക്ക് തന്നത് ആ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. ഞാൻ ഈ യാത്രയില് അത് വായിക്കാൻ ഇടവന്നു. അവിടെ ഈ വിശുദ്ധ കുർബാനയുടെ ആ ബലിയർപ്പണത്തിന്റെ ഭാഗത്തിന്റെ വിശദീകരണം എടുത്ത് വായിച്ചപ്പോഴാണ് എനിക്ക് അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായത്. ഏക ബലിയർപ്പണമേ ഉള്ളൂ, ഇനിയൊരു ബലിയർപ്പണമില്ല. എന്നാൽ ആ ബലിയർപ്പണത്തിന്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ ആ ബലിയർപ്പണത്തിലൂടെ സംഭവിക്കുന്ന അനുഗ്രഹം ഒരിക്കലും ചുരുങ്ങിയിട്ടില്ല കാലഘട്ടത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ ഓരോ ബലിയർപ്പണത്തിലും ഇന്ന് യഥാർത്ഥ യേശുവിന്റെ കുരിശിലെ ബലിയർപ്പണം സന്നിഹിതമാകുന്നു എന്ന. കേൾക്കുന്നോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ബ്രദർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ബലിയർപ്പണത്തിലും ഓരോ ബലിയർപ്പണത്തിലും യേശുവിന്റെ കുരിശിൽ ഏകമായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ബലി സന്നിഹിതമാക്കപ്പെടുന്നു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം എന്ന് മനസ്സിലാക്കിയപ്പോ ഉണ്ടല്ലോ, വാസ്തവത്തിൽ അത് വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നേ
ഒരിക്കലായി യേശു അർപ്പിച്ച ബലി വീണ്ടും വീണ്ടും അർപ്പിക്കുന്നതിലൂടെ യേശുവിനെ ക്രൂശിക്കുകയാണെന്നാണ്. എന്നാൽ എനിക്ക് മനസ്സിലായി, അല്ല, ഒരിക്കലായി യേശു അർപ്പിച്ച ആ ബലി വീണ്ടും എന്ത് ചെയ്യുകയാണ്? സന്നിഹിതമാക്കപ്പെടുകയാണ്. എവിടെ? ഹല്ലേലൂയ! എവിടെ? ഓരോ ഓരോ അൽത്താരയിലും വീണ്ടും അത് സന്നിഹിതമാക്കപ്പെടുകയാണ്. അപ്പൊ അവിടെയാണ് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നമ്മൾ ആഴമായിട്ട് പതിയേണ്ടിയത്. ഓരോ ദിവസവും നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് ക്രൂശിതനായ യേശുവിന്റെ രൂപം വരച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വരച്ചു കിട്ടിയിരിക്കെ ചോദിക്കുകയാണ്, നിങ്ങളെ ആഭിചാരം ചെയ്ത് മയക്കിയത് ആരാണ്? യേശുവിന്റെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക്, യേശുവിന്റെ കുരിശിലെ പ്രവൃത്തിയിൽ നിന്ന് നമ്മുടെ പ്രവൃത്തിയിലേക്ക്. ഹല്ലേലൂയ! എവിടുന്ന് എങ്ങോട്ടാ വീഴ്ച എന്നുള്ളത് മനസ്സിലാക്കൂ. എവിടുന്ന് എങ്ങോട്ടാ വാഴ്ച എന്നുള്ളത് മനസ്സിലാക്കൂ. ആദ്യം വീഴ്ച പറയാം, എന്നിട്ട് വാഴ്ച പറയാം. ഹല്ലേലൂയ! ഹല്ലേലൂയ! എവിടുന്നാണ്, എങ്ങനെയാണ് വാഴ്ച സംഭവിക്കുന്നത്? നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് യേശുവിന്റെ പ്രവൃത്തിയിലുള്ള, ഈശോയുടെ കുരിശിലെ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താലും ആ പ്രവൃത്തിയിലുള്ള ആശ്രയത്തിലുമാണ് നമ്മൾ വാഴ്ച ആരംഭിക്കുന്നത്. എന്നാൽ വീഴ്ച ആരംഭിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഈശോയുടെ കുരിശിൽ ആരംഭിച്ച അല്ലെങ്കിൽ പൂർത്തിയാക്കിയ പ്രവൃത്തിയെ വിട്ടിട്ട് നമ്മുടെ പ്രവൃത്തിയിലേക്ക്, അതെന്തും ആയിക്കോട്ടെ, നമ്മുടെ പ്രവൃത്തിയിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് അവിടെ എന്താ ആരംഭിക്കുന്നത്? വീഴ്ച ആരംഭിക്കുന്നത്. അതാ ഇവിടെ 2 ഭാഗമായിട്ട് വിശദീകരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ആ വാക്യം വായിക്കാമേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പൊ ശരീരത്തിൽ അവസാനിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? അതാ ചോദിക്കുന്നത്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പൊ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ആത്മാവിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ക്രൂശിതനായ ഈശോയിൽ വിശ്വസിച്ചപ്പോൾ ആ ഈശോയുടെ ആത്മാവ് നമ്മിൽ ആരംഭിച്ചു. ഹല്ലേലൂയ! അപ്പൊ അതൊന്ന് ചേർന്ന് പറഞ്ഞേ. ക്രൂശിതനായ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ, ചേർന്ന് പറഞ്ഞു, ക്രൂശിതനായ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ആ ഈശോ നമ്മിൽ ആരംഭിക്കുന്നു ഈശോയുടെ പ്രവൃത്തി. ഹല്ലേലൂയ! ആ പ്രവൃത്തിയാണ് ക്രിസ്തീയ പ്രവൃത്തി. എന്നാൽ ക്രൂശിതനായി ഈശോ നമ്മിൽ ആരംഭിക്കുന്ന പ്രവൃത്തിക്ക് പകരം നിയമാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് യേശുവിന്റെ കുരിശിലൂടെ അല്ലാതെ ഇനി വേറെ ഒരു മാർഗവും ദൈവപ്രസാദത്തിനായിട്ട് നമ്മുടെ മുമ്പിലില്ല. ഹല്ലേലൂയ! യേശു അല്ലാതെ, യേശുവിന്റെ കുരിശിലൂടെ അല്ലാതെ ദൈവപ്രസാദത്തിന് വേറൊരു മാർഗവും നമ്മുടെ മുമ്പിൽ. അങ്ങനെ വേറൊരു മാർഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഈശോയുടെ കുരിശിന്റെ ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ! ക്രൂശിതനായ ഈശോയിലൂടെ, ഈശോയുടെ കുരിശിലൂടെ നമുക്ക് ഒരു വലിയ വിജയം ആത്യന്തികമായി തന്നിരിക്കുകയാണ്. ആ തന്നിരിക്കുന്ന വിജയത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നത്. നോക്കിക്കേ, എങ്ങനെയാ വചനം പറയുന്നതെന്ന്. വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്? അതോ ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ അനുഷ്ഠാനത്താലാണോ? അപ്പൊ ഇവിടെ 2 കാര്യം, ഞാൻ അതൊന്ന് വിശദീകരിക്കട്ടെ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ! എന്നതാ ഈ നിയമത്തിന്റെ അനുഷ്ഠാനം എന്ന് പറഞ്ഞാല്? നിയമത്തിന്റെ അനുഷ്ഠാനം എന്ന് പറഞ്ഞാല് നിയമാനുസൃതമായുള്ള ജീവിതം. അതായത് പഴയ നിയമത്തിൽ നമുക്കറിയാം 10 കൽപ്പനകളാണ് നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ടതായിട്ട് തന്നെങ്കിൽ യഹൂദന്മാർക്ക് ഒരുപാട് കൽപ്പനകൾ ഉണ്ടായിരുന്നു കേട്ടോ. സെറിമോണിയൽ ലോസ് എന്നൊക്കെ പറയുന്ന 300 അല്ല 400-ലധികം കൽപ്പനകള് യഹൂദനുണ്ടായിരുന്നു. അതിന്റെ അത് പരിച്ഛേദന മുതൽ ഇങ്ങോട്ട് ചന്തയിൽ പോയി വന്നാൽ എങ്ങനെ, ചന്തയിൽ പോകുമ്പോ എങ്ങനെ, പുരുഷൻ എങ്ങനെ, സ്ത്രീ എങ്ങനെ, കന്യക എങ്ങനെ, ബാലൻ എങ്ങനെ, അടിമ എങ്ങനെ, ഉടമ എങ്ങനെ, പുരോഹിതൻ എങ്ങനെ, പുരോഹിതനെ ശുശ്രൂഷ ചെയ്യുന്നവരെങ്ങനെ, ദേവാലയം എങ്ങനെ, ദേവാലയത്തെ ശുശ്രൂഷ എങ്ങനെ, യാഗം എങ്ങനെ, യാഗവ്യവസ്ഥ എങ്ങനെ, യാഗമൃഗം എങ്ങനെ, ഒരുപാട് കൽപ്പനകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു നിയമം എന്ന് പറയുന്നത്. അപ്പൊ അത് മുഴുവൻ അനുസരിച്ച് അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്ത്? പഴയ നിയമം മുഴുവൻ ഉള്ളത്. പക്ഷേ ഒരാൾക്ക് പോലും അത് മുഴുവൻ അനുസരിച്ച് അനുഗ്രഹം നേടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഈശോ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ!
ഹല്ലേലൂയ. ഒരാൾക്ക് പോലും അത് മുഴുവൻ അനുസരിച്ച് അനുഗ്രഹം നേടാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഈശോ വരേണ്ട ആവശ്യമില്ലായിരുന്നു. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ്ലീഹ ചോദിക്കുന്ന ഒരു ഭാഗം. ഞാൻ ആ ഭാഗം വേണമെങ്കിൽ വായിക്കാം. 4-ാമത്തെ അധ്യായമാണ്. 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗമാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് എടുത്തിടുക, അത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഭാഗമാണ്. ആ ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്. 18-ാമത്തെ വാക്യം, അവരുടെ നിയമത്തെ 19-ാമത്തെ വചനം നോക്കൂ. റോമ 3:19. നിയമത്തിന്റെ അനുശാസനങ്ങളെല്ലാം നിയമത്തിന്റെ കീഴിലുള്ളവരോടാണ് പറയുന്നതെന്ന് നമുക്കറിയാം. എല്ലാ അധരവും നിശബ്ദമായി ആകുന്നതിന് ലോകം മുഴുവൻ ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടത് നിയമത്തിന്റെ അനുഷ്ഠാനം കൊണ്ട്. 20-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. റോമ 3:20 ഞാൻ വായിക്കുന്നത്. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം അനുസരിക്കുന്നത് വഴി ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പൊ 400-ലധികം കൽപ്പനകൾ അനുസരിച്ചാലും ദൈവസന്നിധിയിൽ എന്താവത്തില്ല? നീതീകരിക്കപ്പെടുകയില്ല. എവിടെയാ പറഞ്ഞേ? റോമ 3:20. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നുവേ ഉള്ളൂ. അപ്പൊ പാപത്തെക്കുറിച്ച് ബോധ്യം നിയമത്തിലൂടെ കിട്ടുന്നു, പക്ഷേ നിയമത്തിലൂടെ നീതീകരണം സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നിയമാനുഷ്ഠാനത്തിലൂടെ നീതീകരണം സംഭവിക്കത്തില്ല എന്ന് കാണുമ്പോഴാണ് ഒരാൾ ആരുടെ അടുക്കിലേക്ക് വരുന്നേ? ഈശോയുടെ അടുക്കിലേക്ക് വരുന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, റോമ 3:20 പറഞ്ഞു, നിയമാനുഷ്ഠാനം കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. അപ്പൊ നീതിമാനാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നീതീകരിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം? നിയമാനുഷ്ഠാനം കൊണ്ട് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല. പിന്നെ ആരുടെ അടുത്ത് വരണം? ഈശോയുടെ അടുക്ക വരണം. ഈശോയുടെ കുരിശിന്റെ അടുക്കലേക്ക് വരണം. കുരിശിൽ ചൊരിഞ്ഞ ആ വിശുദ്ധ രക്തത്താലാണ് നീതീകരണവും പാപമോചനവും എല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ റോമ 3:20 വ്യക്തമായി പറയുന്നു, നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പം നിയമാനുഷ്ഠാനം കൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് വരണം. എങ്ങോട്ട് വരണം? കുരിശിലേക്ക് വരണം. അവന്റെ കണ്ണിന് മുമ്പിൽ എന്ത് വരച്ചു കിട്ടണം? കുരിശ് വരച്ചു കിട്ടണം. അവന്റെ നെറ്റിയിൽ എന്ത് വരച്ചു കിട്ടണം? കുരിശ് വരച്ചു കിട്ടണം. അവന്റെ കയ്യിൽ കുരിശുണ്ടായിരിക്കണം. അവന്റെ ശരീരത്തിൽ കുരിശിന്റെ മുദ്ര ഉണ്ടായിരിക്കണം. കാരണം കുരിശിലാണ് വിജയം മുഴുവൻ നമുക്ക് ലഭിച്ചത്. ഈശോയുടെ കുരിശ് ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. ഈശോ കുരിശിൽ കയറുന്ന വരെ ഇന്ന് അത് അനുഗ്രഹത്തിന്റെ ചിഹ്നമായി മാറി. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഈശോയുടെ കുരിശ് വരയ്ക്കപ്പെട്ട് കിട്ടിയിരിക്കുക സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പൊ ആ വരയ്ക്കപ്പെട്ട് കിട്ടിയിരിക്കുന്ന കുരിശില് വലിയ വിജയമുണ്ട്. ആ വിജയത്തിൽ നിന്നവരിപ്പൊ എങ്ങോട്ട് പോയി? നിയമത്തിന്റെ അനുഷ്ഠാനത്തിലേക്ക്. ഈശോയുടെ കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്താൽ സൗഖ്യവും അത്ഭുതവും ഒക്കെ കിട്ടിയിരിക്കെ എങ്ങോട്ട് പോയി? ഞങ്ങൾ ഇത് ചെയ്ത് ഇതിലൂടെ നേടാം. പരിച്ഛേദന ഞങ്ങൾ ചെയ്യാം. സാബത്ത് ഞങ്ങൾ അനുഷ്ഠിക്കാം. ചന്തയിൽ പോയുള്ളത് വരുമ്പോ ഉള്ളത് പാലിച്ചു നോക്കാം. ആടിനും മാടിനും കൊടുത്ത കൽപ്പന മുഴുവൻ ഞങ്ങളും അനുസരിക്കാം. എന്നിട്ട് അങ്ങനെ നീതിമാന്മാരാകാം എന്ന് പറഞ്ഞ് ശ്രമം നടത്തി. അപ്പൊ എന്ത് ചെയ്തു? അവർ ആഭിചാരം ചെയ്യപ്പെട്ടു. അതാണ് അവിടെ വായിച്ചത് ഗലാത്യർക്കെഴുതി. ഇനി ഞാൻ ഈ റോമ 3:20 വായിച്ചിട്ട് ഞാൻ ഗലാത്യ ലേഖനം വായിച്ചാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും. ശ്രദ്ധിച്ച് കേട്ടെ. ഇനി എന്നോട് ചേർന്ന് ഗലാത്യ ലേഖനം ഒന്ന് പെട്ടെന്ന് എടുത്തേ. 3-ാം അധ്യായം ഒന്ന് എടുത്തേ. 3-ാമത്തെ അധ്യായം ചോദിക്കുകയാണ്. ഗലാത്യർ 3-ൽ ഇനി ചോദിക്കുകയാണ്, ഇത് മാത്രം നിങ്ങൾ ഇന്ന് അറിയാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലാണോ? റോമ 3:20 നിയമത്തിന്റെ അനുഷ്ഠാനത്താൽ ആരും നീതിമാനാകുന്നില്ല. അപ്പൊ നീതിമാനാകാൻ വേണ്ടി ആരുടെ അടുക്ക വരണം? ഈശോയുടെ അടുക്ക വരണം. ഹല്ലേലൂയ. എവിടെ വരണം? കുരിശിന്റെ ചുവട്ടിലോട്ട് വരണം. അപ്പൊ കുരിശിന്റെ ചുവട്ടിലോട്ട് വന്നിട്ട് ഇപ്പൊ ഇവരെന്ത് ചെയ്തു? കുരിശിന്റെ ചുവട്ടിൽ വന്ന് നീതീകരണം ആഗ്രഹിച്ച് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ വന്നവര് ഇപ്പൊ എന്ത് ചെയ്തു? ഭോഷന്മാരായ ഗലാത്യക്കാരെ, ക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുക. നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തില് ഈ ഒരു വീഴ്ച എനിക്ക് നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്.
പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിച്ച സമയത്ത് ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കാത്തപ്പോ നമ്മുടെയൊക്കെ ശ്രദ്ധ വേറെ പലതിലേക്കും ആക്കുവാനൊക്കെ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നു ഞാൻ പറയുന്നേ? ഹല്ലേലൂയ. എന്നാൽ സൗഖ്യം നടന്നാലും, സഹനമാണെങ്കിലും, സൗഖ്യമാണെങ്കിലും, ആഹ്ലാദിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും, അനുമോദിപ്പിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും, അപമാനമാണെങ്കിലും, ആക്ഷേപമാണെങ്കിലും, എന്ത് തന്നെ ആയിരുന്നാലും എന്റെ കർത്താവിന്റെ കുരിശ് എന്റെ കണ്ണിന് മുമ്പിൽ ഇരുന്നിട്ടുള്ള ഒരു ജീവിതം എനിക്ക് മതിയെന്ന് ഇന്ന് ഉറച്ച് തീരുമാനിക്കുന്ന സഹോദരങ്ങളെ, ആത്യന്തികമായി നമ്മള് കർത്താവിന്റെ വിജയത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യും. ചേർത്ത് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഇന്ന് തരുന്ന ഉറപ്പ്. അതാണ് കർത്താവ്. എല്ലാരും ഇന്ന് കുരിശിലോട്ട് ഫോക്കസ്ഡ് ആവട്ടെ. എന്റെ പ്രാർത്ഥന ഇന്ന് അതാ കേട്ടോ. ഇന്ന് എന്താ സംഭവിക്കേണ്ടത്? എല്ലാ വീടുകളിലേക്കും ക്രൂശിൽ അർപ്പിക്കപ്പെട്ട ദൈവപുത്രന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ അർപ്പിക്കപ്പെടട്ടെ. നമ്മളെ ആരും ഇന്നത്തെ ഒരു സാഹചര്യവും, കൊറോണയ്ക്ക് തുല്യമായ സാഹചര്യമോ, ജോലി നഷ്ടപ്പെട്ടതോ, മകന്റെ വിഷയമോ, മകളുടെ വിഷയമോ, വീട്ടിലെ വിഷയമോ, നാട്ടിലെ വിഷയമോ ഒന്നും കുരിശിൽ നിന്ന് നമ്മുടെ കണ്ണ് പറിക്കരുത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടെ, ഒന്നും നമ്മുടെ കണ്ണ് കുരിശിൽ നിന്ന് പറിക്കരുത്. എല്ലാം വരും. നമ്മുടെ കണ്ണ് എങ്ങനെങ്കിലും ഈ വിജയ കേന്ദ്രമായ കുരിശിൽ നിന്ന്, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, അത് വിജയ കേന്ദ്രമായ കുരിശിൽ നിന്ന് നമ്മുടെ കണ്ണൊന്ന് പറപ്പിക്കാൻ വേണ്ടി എല്ലാ സാഹചര്യവും അനുകൂലമാക്കി കൊണ്ടുവരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, അയ്യോ നിനക്ക് തോൽവിയല്ലേ, അയ്യോ നിനക്ക് ജയമില്ലല്ലോ, അയ്യോ നിന്റെ ആ വിഷയം, അയ്യോ നിന്റെ ഈ വിഷയം എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ കുരിശിൽ നിന്നും എല്ലാം കണ്ണു പറിച്ചിട്ട് എന്ത് ചെയ്യും? വേറെ പലതിലേക്കും നോക്കിയിട്ട് പരാജയപ്പെടാൻ ഇടവരും. കണ്ണു പറിക്കരുത്, കുരിശിലേക്ക് തന്നെ നോക്കുക. ചേർന്ന് പറയുക, കുരിശിലേക്ക് തന്നെ നോക്കുക, വേറെ ഒന്നും നോക്കാതിരിക്കുക. കുരിശിലേക്ക് തന്നെ നോക്കുക. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ. കുരിശിലോട്ട് തന്നെ നോക്കുക. അതാണ് പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്ത് 1-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയില് ഞാൻ പാർക്കുകയാണ്. ഹല്ലേലൂയ. ക്രൂശിതനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയില് പാർക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. കൊരിന്തോസിൽ ചെന്നപ്പം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട്. കാരണം അവിടെയാണ് വിജയം. ഹല്ലേലൂയ. കുടുംബമായിട്ടൊക്കെ ഇരുന്ന് സ്വപ്ന ടോം അവര് കുടുംബമായിട്ട് ഇരുന്ന് കാണുന്നത് ഞാൻ വീഡിയോയിലൂടെ കാണുന്നു. അങ്ങനെ കുടുംബമായിട്ടിരുന്ന് കാണുന്നവര് എല്ലാരും ഇപ്പൊ അന്യോന്യം പറഞ്ഞു സ്വീകരിക്കുക. ഇപ്പൊ തന്നെ പറഞ്ഞു സ്വീകരിക്കുക. എന്നാ പറയണ്ടേന്ന് അറിയാമോ? ഇങ്ങനെ പറയുക, ഒരാളോട് തന്നെ ഉറപ്പായിട്ട് പറയുക, കുരിശിൽ നിന്ന് കണ്ണ് പറയരുത്. ഹല്ലേലൂയ. മുംബൈയിൽ നിന്ന് ബിസമോള് ലൈവില് പങ്കാളികളാകുന്നത് ഞാൻ കാണുന്നു. ബിസമോളും കുടുംബവും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അവർ കുവൈറ്റിൽ നിന്ന് ലൈവില്, ബിസമോളെ കുരിശിൽ നിന്ന് കണ്ണ് പറയരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര വൈകിയാലും അത്ഭുതം കാണാൻ ബ്രദറും ഉണ്ടല്ലേ, രണ്ടുപേരും ഉണ്ട്. സന്തോഷമുണ്ട്, നിങ്ങളെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ചങ്ങനാശ്ശേരി കണ്ടിട്ട് ഇപ്പോഴാണ് പിന്നെ കാണുന്നത് അല്ലേ? കുവൈറ്റ് വന്നപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴ് കേട്ടോ ബ്രദറെ, എന്തു തന്നെ സംഭവിച്ചോട്ടെ, ലോകം കീഴ്മേ മറിഞ്ഞോട്ടെ, കണ്ണ് കുരിശെന്ന് പറിക്കരുത്. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എന്ത് തന്നെ, ആരൊക്കെ എന്തൊക്കെ ആക്ഷേപം, ആളറിയാത്ത വിഷയത്തെ പ്രതിക്കൂട്ടിൽ അങ്ങ് നിർത്തിക്കോട്ടെ നമ്മളെ. എന്നിട്ട് നമ്മളെ അങ്ങ് താഴടിയാക്കാൻ പലരും ശ്രമിച്ചോട്ടെ. ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ജയാളിയാകാൻ. ആ കാര്യം എന്നാന്നറിയാമോ? കുരിശേന്ന് കണ്ണ് പറിക്കരുത്. ഹല്ലേലൂയ. പറഞ്ഞോ ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ആവർത്തിച്ച് പറഞ്ഞോ, കുരിശേന്ന്. സെബാസ്റ്റ്യൻ അല്ലേ?
സെബാസ്റ്റ്യൻ ബ്രദറിനെ കേൾക്കാമോ ഞാൻ പറയുന്നത്? ആവർത്തിച്ച് ഞാൻ നിങ്ങളെ എല്ലാരും പ്രബോധിപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, കുവൈറ്റിലെ ജോലി പൊക്കോട്ടെ, ജോലി വന്നോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ട് പൊക്കോട്ടെ, സാമ്പത്തിക വിജയം വന്നോട്ടെ, വിജയം വരുമ്പോഴും തോൽവി വരുമ്പോഴും എല്ലാം കുരിശയിലോട്ട് നോക്കിക്കോണം. കാരണം കുരിശേൽ തോൽവി ജയമായി മാറും. കുരിശേൽ സഹനം അത്ഭുതമാക്കി ദൈവം തീർക്കും. കുരിശിന്റെ അത്രയും വേറൊരു വിജയത്തിന്റെ ചിഹ്നം വേറെ ഇല്ല. ഹല്ലേലൂയ. സാബു കുര്യൻ ചിറയിൽ. സൗബ്രറെ കുരിശയിലോട്ട് നോക്കിക്കോണം കേട്ടോ, അവിടുന്ന് കണ്ടു പറയരുത്. സിസ്റ്റർ സാലി കുരിശേന്ന് കണ്ട് ഞാൻ ഓരോരുത്തരോടും ഇന്ന് സംസാരിക്കുകയാണ്. ജിൽസനോട് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ജിൽസനോട് എന്ന് പറഞ്ഞ പോലെ സംസാരിക്കുന്ന ജിൽസനെ ഏത് അയർലൻഡിലോ യു കെയിലോ എവിടെ ആയിരുന്നാലും കേട്ടോ, യു കെ ഒക്കെ ഓക്കെ ആകുമ്പോഴും കുരിശയിലോട്ട് തന്നെ കണ്ണു വെച്ചോണം കേട്ടോ. അത്രേ ഉള്ളൂ ബ്രദറെ, തീർച്ചയായിട്ടും. അവിടെ അതിനപ്പുറത്ത് വേറൊരു വിജയമില്ല കേട്ടോ. അങ്ങോട്ട് മാത്രം ഫോക്കസ്ഡ് ആയിക്കും. തീർച്ചയായിട്ടും അങ്ങോട്ട് നോക്കി ഒരാള് പോലും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അവിടെ മാത്രം കണ്ണു വെച്ചു. ഇവിടെ ഞാൻ ഇച്ചിരുടെ ഈ ഭാഗം പറയാനായിട്ട് ശ്രമിക്കാം. കാരണം വചനം വളരെ കേൾക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേര് ഈ സൂം ലൈവിൽ പങ്കാളികളാവുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ബ്രദറെ ഇന്നത്തെ മെസ്സേജ് എനിക്ക് വളരെ പ്രയോജനമായിരുന്നു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. സാധാരണ എല്ലാവരും ഇങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് സൗഖ്യമൊക്കെ കിട്ടാൻ വേണ്ടി. എന്നാൽ ഇവിടെ മെസ്സേജും കേൾക്കാനായിട്ട് നിങ്ങൾ പലരും വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇച്ചിരൂടെ ഈ ഭാഗം ഒന്ന് വിശദീകരിക്കാം, എന്നിട്ട് നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ വരാമേ. കാഞ്ചന ഹല്ലേലൂയ. അഭിഷേകത്തെ നിറയട്ടെ. കുരിശിലോട്ട് നോക്കിക്കോ. ഹാൻസ് ലൂക്ക് ബ്രദറെ കുരിശിലോട്ട് നോക്കിക്കോ കേട്ടോ. അവിടെയാ വിജയം കേട്ടോ, വേറെ ഒരിടത്തും വിജയമില്ല. എല്ലാ തോൽവിയും ജയമായ സ്ഥലമാണ് കുരിശ്. ജോളി ഷാജൻ, ഡെവിസ് തോമസ്, ഞാൻ എല്ലാരും കാണുന്നുണ്ട്. ജോൺസൺ ജോസ്, ബിനു ജേക്കബിന്റെ അക്കൗണ്ട് ഞാൻ കാണുന്നു. റോസി ഫ്രാൻസിസ്, ജോൺ സുനിമോള്, അന്ന, റോസി ഫ്രാൻസിസ്. ഞാൻ കുറച്ചമ്മയുടെ വചനം പറഞ്ഞിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം എടുക്കാവേ. അനിൽജ് അല്ലെ, അനിൽജ് ഷിനിയാണോ ഷൈനിയാണോ വാട്ടവർ. അപ്പൊ ഗലാത്യ സഭയ്ക്ക് പറ്റിയ പരാജയം, ഗലാത്യ സഭയ്ക്ക് പറ്റിയ പരാജയം മനസ്സിലായോ? കുവൈറ്റിലെ സഭയ്ക്ക് അത് പറ്റരുത്. അതിനുവേണ്ടിയാ ഇത് പറയുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഇത് പറയുന്നത്. അവർക്ക് എന്നാ പറ്റി? ക്രൂശിക്കപ്പെട്ട യേശു ക്രൂശിലെ കണ്ണിന് മുമ്പിൽ അത് വരച്ചു കിട്ടിയിരിക്കെ അവരുടെ ഫോക്കസ് മാറിപ്പോയി. എങ്ങോട്ട് മാറി? നിയമാനുഷ്ഠാനത്തിലേക്ക് മാറി. ഈശോയുടെ കുരിശിലുള്ള പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ഫിനിഷ്ഡ് വർക്കിലുള്ള വിശ്വാസത്തിൽ നിന്ന് ടെറ്റലസ്റ്റായി ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞും വിശ്വസിച്ചും പറയിപ്പിച്ചും നടന്നവര് എന്ത് ചെയ്തു? അവരുടെ കണ്ണു മാറി, അവരുടെ നോട്ടം മാറി, അവരുടെ ഭാവം മാറി. അവര് പറഞ്ഞു നിയമാനുഷ്ഠാനത്താലാണ് ഇതെല്ലാം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു പോയി. ഹല്ലേലൂയ. ഇവിടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഭാഗം കൂടെ കുറച്ചുകൂടെ വായിക്കാം. താഴെ 5-ാമത്തെ വാക്യം നോക്കൂ. ഗലാത്യർക്ക് എഴുതിയ ലേഖന 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വചനം കേൾക്കൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തവൻ ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? എന്താ പ്രഘോഷിക്കപ്പെട്ടത്? കണ്ണിന് മുമ്പിൽ എന്തുണ്ടോ അതോ പറയാൻ പറ്റുള്ളൂ. കണ്ണിന് മുമ്പിൽ എന്തുണ്ടോ അതോ പറയാൻ പറ്റുള്ളൂ. സിസ്റ്റർ ദീപ കേൾക്കുന്നുണ്ടോ? കണ്ണിന് മുമ്പിൽ എന്തോ ഉണ്ട് അതോ പറയാൻ പറ്റുള്ളൂ. വേറൊന്നും പറയാൻ പറ്റില്ല. കണ്ണിന് മുമ്പിൽ എന്താ ഉള്ളേ? ക്രൂശിതനായ യേശു. വാ തുറന്നാൽ
യേശുവിന്റെ ക്രൂശിലെ വിശേഷമല്ലാതെ വേറൊന്നും പറയാനില്ല. From the beginning till to the end, completely explaining one and only message, that is the finished work of Jesus on the cross. ഈശോയുടെ കുരിശിലെ അതിദാരുണമായ പീഡാസഹനവും ആ പീഡാസഹനത്തിലൂടെ എനിക്ക് ലഭിച്ച, ആ പീഡാസഹനത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും മാത്രമേ കാണാനും പറയാനും ഉള്ളൂ. ആ സ്ഥിതിയിൽ നിന്ന് ഇവരെ ആഭിചാരം ചെയ്തു കളഞ്ഞു. ആരാണ് ആഭിചാരം ചെയ്തത്? ഗലാത്യർ 3:1 ചോദിക്കുകയാണ്, ആരാണ് ആഭിചാരം ചെയ്തത് നിങ്ങളെ? ഹല്ലേലൂയ. എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്ന ഒരു ഉദാഹരണം കൂടെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാം. ശ്രദ്ധിച്ചു കേട്ടോണേ. അവിടെ ചോദിക്കുന്ന ഉദാഹരണം എങ്ങനെയാണ്? നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും, 6ാമത്തെ വാക്യം, പ്രഘോഷിക്കപ്പെട്ട് അതോ വിശ്വാസത്താലാണോ പ്രവൃത്തിയാലാണോ? അതാണ് ഇവിടുത്തെ 2 ചോദ്യം. പ്രവൃത്തിയാലാണോ വിശ്വാസത്താലാണോ? അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രഹാമിന്റെ കാര്യം പറയുക. ലിസി കുര്യാക്കോസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഒരു ബ്രദറിനെ ഞാൻ കാണുന്നു. ഇത് ചോദിക്കുകയാണ്, അബ്രഹാമിന്റെ കാര്യം ചോദിക്കുകയാണ്. അബ്രഹാം അവരുടെ പിതാവാണ്. ആർക്കാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? നിങ്ങൾക്കറിയാം. പഴയ നിയമത്തിലെ ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് അവരോടായി സംസാരിക്കുന്നേ. അവരുടെ പിതാവായ അബ്രഹാമിന്റെ കാര്യം തന്നെ എടുത്തിട്ട് അവരോട് ചോദിക്കുകയാണ്. അബ്രഹാം തന്നെയും ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസമുള്ളവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാം നിയമത്തിന്റെ കീഴിലുള്ള ആളാണേ. ഇങ്ങോട്ട് നോക്കിക്കേ, ജിജി സിറിയക് നോക്കൂ. അബ്രഹാം നിയമത്തിന്റെ കീഴിലുള്ള ആളാണേ. അബ്രഹാം നിയമത്തിന്റെ കീഴിലുള്ള ആളായിട്ടും കൂടെ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തി ആരംഭിച്ചു. വിശ്വാസത്തോട് പ്രവൃത്തി ചേർന്ന് വന്നു. ഹല്ലേലൂയ. അബ്രഹാം നോക്കി, അത് അങ്ങനെയാ വായിക്കുന്നേ. 6ാമത്തെ വചനം നോക്കൂ. അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വായിക്കുന്നത് ഗലാത്യർ 3:8 വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകുമെന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാമിനെ അറിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അബ്രഹാത്തിനോട് പറഞ്ഞു, വിശ്വാസികളാണ് അബ്രഹാമിന്റെ മക്കൾ. വിശ്വാസമുള്ളവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. വിജാതീയവരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത് യഹൂദന്മാരാ. പക്ഷെ അബ്രഹാമിൽ വിശ്വാസത്താലുള്ള നീതീകരണം വഴി ജാതികളും പ്രവേശിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ദൈവം. മനസ്സിലാക്കാൻ പാടൊന്നുമില്ല കേട്ടോ, ശ്രദ്ധിച്ചാ മതി. ജോബി എബ്രഹാം കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതാ ഇവിടെ ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുന്നുവെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ അബ്രഹാമിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുണ്ട്. നിന്നില് സകല ജനതകളും അനുഗ്രഹീതരാകുമെന്നുള്ള സദ്വാർത്ത അബ്രഹാത്തിനോട് പറഞ്ഞു. നിന്നിൽ സകല ജനതകളും അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത ആരോട് പറഞ്ഞു? അബ്രഹാത്തിനോട് പറഞ്ഞു. കാരണം വിശ്വാസം വഴിയായിട്ട് വിജാതീയര് ന്യായപ്രമാണാനുഷ്ഠാനത്താൽ അല്ലല്ലോ നീതീകരിച്ചത്. ന്യായപ്രമാണം വിജാതികൾക്ക് നൽകപ്പെട്ടിട്ടില്ലല്ലോ. അബ്രഹാത്തിനെ നൽകപ്പെട്ടിട്ടുള്ളൂ ന്യായപ്രമാണം. നിയമാനുഷ്ഠാനം വഴി നീതീകരിക്കപ്പെടാനുള്ള യോഗ്യത അബ്രഹാത്തിനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അബ്രഹാത്തിനോട് മുൻകൂട്ടി പറഞ്ഞു. എന്നാ പറഞ്ഞു? ശ്രദ്ധിച്ചു കേട്ടെ. നിന്നിൽ സകല ജനതകളും. ഒന്നുകൂടെ ഞാൻ വായിക്കാമേ. വിജാതീയരെ വിശ്വാസം വഴി നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രസന്ന സിസ്റ്റർ പ്രസന്നയെ ഞാൻ കാണുന്നു. റെജിമോൾ, ജോളി, ഷാജൻ,
സിസ്റ്റർ പ്രസന്ന കേൾക്കുന്നുണ്ടോ? കൈ ഉയർത്തി കാണിച്ചേ. കണ്ണാടിയൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ടല്ലോ, കേൾക്കാമോ? ആ, പ്രസന്നാമ്മ കേൾക്കാലോ അല്ലേ? പ്രസന്നാമ്മ ഇതൊന്ന് മനസ്സിലാക്കിക്കേ. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുന്നുവെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട്, വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുന്നുവെന്ന് മുന്നോട്ട് കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ബൈബിള് പറഞ്ഞു, നിന്നിൽ, ആരിൽ? അബ്രഹാത്തിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും. ആരാ അബ്രഹാം? നിയമത്തിന്റെ കീഴിലുള്ള ആള്. അബ്രഹാത്തിനോട് എന്നാ പറഞ്ഞേ? സകല ജനതകളും നിന്നിൽ അനുഗ്രഹീതരായിത്തീരും അല്ലേ? വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചു. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാമിനോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന്റെ വിധേയരാണ്. പത്താം വാക്യം നോക്കണേ, ഗലാത്യർ 3:10. ഈശോയുടെ കുരിശിലെ പ്രവൃത്തിയെ വിട്ടുകളഞ്ഞിട്ട് ഞാൻ നിയമാനുഷ്ഠാനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തി 10ാമത്തെ വചനം പറയും, നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം അനുസരിക്കാതെ പ്രവർത്തിക്കാതെ ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ 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 കണ്ടോ? ഹല്ലേലൂയ. ടീന ജോജി കേൾക്കുന്നുണ്ടോ? ഷാജി കെ ജോർജ് കേൾക്കുന്നുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം വളരെ പ്രാധാന്യത്തോടെ ഇന്ന് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ ഇടവരണം. രജിമോൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇത് കേൾക്കോണ്ടിരിക്കുമ്പോ തന്നെ എന്റെ സഹോദരങ്ങളെ, കണ്ണിന് മുമ്പിലോട്ട് നമുക്ക് കുരിശിന്റെ ആ രൂപം ഒന്ന് സ്വീകരിക്കാം. അത് അവരെ എവിടുന്ന് എങ്ങോട്ട് പോയി? ഇന്നൊന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാമോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാമോ? തല കുലുക്കുന്നില്ലല്ലോ ആരും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാമോ? ഇത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? മനസ്സിലാകാൻ ഇടവരും ഈ പറയുന്ന എന്നതാന്ന്. ഹല്ലേലൂയ. സിസ്റ്റർ ലിൻസി USA-യിൽ നിന്ന് ചേരുന്ന ഞാൻ കാണുന്നു. ജോൺ ജോസഫ് ബ്രദറിനെ ഞാൻ കാണുന്നു. ഇന്ന് ലൈവിൽ പങ്കെടുക്കുന്ന അത്രയും പേര് നിങ്ങളുടെ കണ്ണിന് മുമ്പിലോട്ട് കണ്ണ് തുറന്നാൽ ക്രൂശിത രൂപം. കേട്ടോ, കണ്ണ് തുറന്ന ക്രൂശിത രൂപം. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലോട്ട് ഒന്ന് വന്നു നോക്കി. ലൂയിസ് ബ്രദർ ഒന്ന് വന്നേ, റോയ് പാസ്കൽ ഒന്ന് വന്നേ. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങണ്ടേ? ഇതാണ് ആ വചനം. അതാണ് ഞാൻ ബിജിമോളെ കാണുന്നു, ജോസിനെ കാണുന്നു, ഫ്രെഡിയെ കാണുന്നു, ട്രീസയെ കാണുന്നു, സിന്ധു ബിനോയെ കാണുന്നു, ലിസി കുര്യാക്കോസ്, സ്റ്റീവ്. ഇന്ന് നിങ്ങളെല്ലാരും മുഖതാവിൽ ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേട്ടോ, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് കണ്ണിന് മുമ്പിൽ കുരിശിതനായ ക്രിസ്തു. ബിജു ഇത് കേൾക്കുമ്പോ തന്നെ ഇത് വായിക്കണം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തിനെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാമിനോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഒരുവനും ദൈവസേന നോക്കണേ. ഞാൻ ഇനി വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ വാക്യമാണ്. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം അനുസരിക്കാത്തവൻ പ്രവർത്തിക്കാതെ ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല. എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു. ഓ ഹല്ലേലൂയ. 13-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിക്കണേ. കഴിയുമെങ്കിൽ
അടിവര ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ 13-ാമത്തെ വചനത്തിന് അടിവര ഇടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഇന്നത്തെ ടോക്കില്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയാ. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എവിടെയാ സംഭവം നടന്നത്? എവിടെയാ സംഭവം നടന്നത്? അടുത്ത വാക്ക് നോക്ക്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. 13-ാമത്തെ വചനം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വായിക്കാം. സിസ്റ്റർ മോളിയെ ഞാൻ കാണുന്നു, ജെസി ടോമിനെ ഞാൻ കാണുന്നു. നിങ്ങൾ എല്ലാവരും ഈ വാക്യം ശ്രദ്ധിക്കണേ. ഇതെന്റെ വലിയ അപേക്ഷയാണ്. പ്ലീസ് ഈ വാക്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരൊറ്റ വാക്യത്തിന്റെ പുറത്ത് എത്ര പൈതൃക ശാപം എന്ന് വിളിക്കപ്പെട്ടതും പൂട്ടിമാറും. പരമ്പരാഗതമായിട്ടുള്ള ശാപം എന്ന് പറഞ്ഞത് പോലും പൊട്ടിമാറും. അടിവരയിടേണ്ടവർ അടിവരയിട്ടോ. ഗലാത്യർ 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. അടുത്ത നോക്കണം. എന്തെന്നാൽ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഇതാ ഗലാത്യർ 3:1 പറഞ്ഞേ. ഹേ ഗലാത്യക്കാരെ, ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? കുരിശ് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കിട്ടിയിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? എന്നതാ കുരിശ് കണ്ണിന് മുമ്പിൽ കിട്ടിയാലുള്ള ഗുണം? അതാ 13-ാമത്തെ വചനത്തിൽ കണ്ടത്. ഗലാത്യർ 3:13 നോക്ക്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എവിടെയാ അത് സംഭവിച്ചത്? എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. മരത്തെ തൂങ്ങി ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ മരത്തെ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെട്ടു. എന്തിനാ? ശപിക്കപ്പെട്ടവനാകാൻ മരത്തിൽ തൂക്കപ്പെട്ടു. ശപിക്കപ്പെട്ടവനായതിലൂടെ നമ്മെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട്. ഓ ഹല്ലേലൂയാ. എനിക്കത് പറഞ്ഞിട്ടും അതിന്റെ ആവേശം തീരുന്നില്ല. ക്രിസ്തു എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്നെ പ്രതി യേശു ശപിക്കപ്പെട്ടവനായി തീർന്നു. ഇനി നിങ്ങളെ ആര് ശപിച്ചിട്ടും കാര്യമില്ല. അവർ ശപിക്കുന്ന ശാപവാക്കെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരാൾ ശാപമായി തീർന്നു, ശപിക്കപ്പെട്ടവനായി തീർന്നു. അങ്ങനെയാ ഗലാത്യർ 3:13. ഓ ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എവിടെ? മരത്തിന്മേൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. എന്നതാ കുരിശിന്റെ പ്രാധാന്യത? എന്താ കുരിശിന്റെ അടയാളത്തിന് മുമ്പിൽ സാത്താന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത? ക്രൂശിത രൂപം വാഴ്ത്തി ഒരു കുരിശ് വരച്ച് ഒരാശീർവാദം നമുക്ക് തരുമ്പോൾ അതിന്റെ വലുപ്പം എന്നാന്ന് ഇപ്പൊ മനസ്സിലായോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാ കുരിശ് വരച്ചിട്ടല്ലാതെ കിടന്നിറങ്ങരുതെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ കുരിശ് വരച്ചിട്ടല്ലാതെ പുറത്തിറങ്ങരുതെന്ന് പറയുന്നത്? ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആയിരുന്ന പെന്തക്കോസ്ത് ഗ്രൂപ്പിൽ കുരിശെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അത് വലിയ ചതുർത്ഥിയാണ്. കുരിശ് രൂപം ഒന്നും എടുക്കുകയോ കുരിശ് ഒന്നും വെക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ല. ഇന്നിപ്പോ എന്റെ കയ്യിൽ എത്ര കുരിശുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതാ ഇവിടെയും കുരിശ് കിടക്കുക. അല്ലേ? 2 കുരിശ് ഇപ്പൊ ഇവിടെ തന്നെ കിടക്കുക.
വണ്ടിയേരും സംസാരിക്കും, വണ്ടിയെ തന്നെ 2 കുരിശ് കിടക്കുകയാണ്. ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് ആ കുരിശ് എടുക്കുന്നവനായിട്ട് ഞാൻ മാറിയതിന്റെ കാരണം എന്നാന്നറിയോ? ഹല്ലേലൂയ. ഇതാണ് കുരിശ് എടുക്കുന്നവനായിട്ട് ഇന്ന് മാറിയതിന്റെ കാരണം എന്നാന്നറിയോ? അതിനകത്താണ് വിജയം, അതിനകത്താണ് ജയം. ഹല്ലേലൂയ. കുരിശിലോട്ട് നോക്കി വിജയത്തെ സ്വീകരിച്ചേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. എല്ലാ പരാജയങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ, ഓ ഹല്ലേലൂയ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ, ഹല്ലേലൂയ. എന്നെ ആരും കാണരുത് എന്ന് കേട്ടോ, എല്ലാരും കുരിശ് കണ്ടേച്ചാ മതി. ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനകത്താ വിജയം, വേറൊന്നും പറയാനില്ല. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മകനെ നല്ല നിലയിൽ കാണണം, അവൻ ഉറങ്ങുമ്പോൾ അവന്റെ നെറ്റിയെ പോയി കുരിശ് വരച്ചു. ഹല്ലേലൂയ. സത്യം ഞാൻ പറയാം, നോക്കിക്കോ. ഭയപ്പെട്ട് കിടക്കുന്നവരാണോ നിങ്ങൾ? രാത്രി നിലവിളിക്കുന്നവരാണോ നിങ്ങൾ? കുരിശ് വരച്ചു നോക്കും, വിജയമാണ്. പരാജയങ്ങൾ വിട്ടുമാറും. സുനിത, സുബിൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നു? അന്നമ്മ, ബിജിമോള്, ഞാൻ എല്ലാരെയും കാണുന്നു ലൈവില്. ഹല്ലേലൂയ. അനു പോളിനെ ഞാൻ കാണുന്നു. ദേ പിന്നെയും കാഞ്ചന വന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ കുരിശിന്റെ ഇതാ ജോൺസൺ അച്ഛൻ ഇതാ കുരിശുമായിട്ട് വന്നിരിക്കുന്നു. അച്ഛനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അച്ഛൻ ഇതിന്റെ ഒന്നും പ്രാധാന്യം അറിയത്തില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. ഞാൻ കുരിശിന്റെ പ്രാധാന്യം അറിയത്തില്ലാതെ കുരിശിനെ കുറ്റം പറഞ്ഞ് നടന്ന ആളായിരുന്നു. പണ്ട് ഞങ്ങള് എന്റെ ഗ്രൂപ്പുകാര് പ്രസംഗിക്കുമ്പോ ഇങ്ങനെ പറയായിരുന്നു, യേശു കട്ടിലേലാ കിടന്ന് മരിച്ചതെങ്കിൽ നിങ്ങൾ കട്ടില് കഴുത്തെ കെട്ടി തൂക്കി ഇടുവായിരുന്നു ചോദിക്കുമായിരുന്നു. അതാണ് യഥാർത്ഥ കുരിശിന്റെ മഹിമ. കുരിശിലൂടെയാണ് രക്ഷ എന്നുള്ള പറഞ്ഞിട്ടില്ലേ, അത് തന്നെയാണ്. അതെ 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 അതെ. ആ പാട്ട് എത്ര മനോഹര. കുരിശിലൂടെയാണ് നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞ്. അതെ അതെ അതെ. കുരിശാണ് രക്ഷ, കുരിശിലൂടെയാണ് രക്ഷ. അതാണ് അച്ഛാ. ഞാൻ ഈ സെമിനാറിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ പ്രസംഗത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വിമർശിച്ച് പറയുന്ന ഒരു ശൈലി പറയുമായിരുന്നേ. കർത്താവ് കട്ടിലേലാ കിടന്ന് മരിച്ചതെങ്കിൽ നിങ്ങൾ കട്ടില് കഴുത്തെ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് നടക്കുമായിരുന്നോ ക്രിസ്ത്യാനികളെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എനിക്ക് ഇതിന്റെ ഒന്നും പ്രാധാന്യം അറിയത്തില്ലായിരുന്നേ. ഇത് കഴിഞ്ഞിട്ട് ബൈബിള് നോക്കിയപ്പോഴാണ് പൗലോസ്ലീഹ പറയാണ്, കർത്താവായ യേശുവിന്റെ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ പുകഴാൻ ഒന്നും ഇടവരരുത്. ആ കുരിശിലാണ് വിജയം. ഹല്ലേലൂയ. അത് ഓരോ തവണ ഇത് എന്ന് നോക്കിക്കേ. ഞാൻ ആ 13-ാമത്തെ വചനം ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ, എല്ലാരും ഒന്ന് കേൾക്കണേ പ്ലീസ്. നിങ്ങൾ ആ വാക്യം വിട്ട് കളയല്ലേ. ഇപ്പൊ ആരും ലെഫ്റ്റ് ഒന്നും ആകല്ലേ, ഇതെല്ലാരും കേൾക്കണം പ്ലീസ്. ഇത് ജോളി ഷാജന് കുരിശെടുത്ത് കൈ പിടിച്ചോ? ഇന്ന് ഓരോ വീട്ടിലേക്കും ആ കുരിശിലൂടെ വലിയ അത്ഭുതം. ജിൻസിയെ കുരിശെല്ലാം എടുത്ത് കൈ പിടിക്കും ജിൻസി സിസ്റ്ററെ. ഹല്ലേലൂയ. അതിന്റെ വലിയ അത്ഭുതം ഇന്ന് നമ്മുടെ വീടുകളിൽ സംഭവിക്കട്ടെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ. ഹല്ലേലൂയ. ഇത് ഞാൻ ആ വാക്യം വായിക്കാമേ. ഗലാത്യർ 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്, നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നും കൊണ്ട്. നീ ഞാൻ കുരിശെടുക്കുന്നതിന്റെ കാരണം അതാ. എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്. ഗലാത്യർ 3:13 നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ എങ്ങനെയാന്ന് പറയാ, എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം ക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപരിക്കേണ്ടതിന് ആത്മാവെന്ന വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കാനാണ് ഇപ്രകാരം സംഭവിച്ചത്.
എപ്രകാരം സംഭവിച്ചത്? മരത്തിന്മേൽ ഈശോ തൂക്കപ്പെട്ടു. ഓ ഹല്ലേലൂയ. തുടങ്ങിക്കോ. ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും ചെറിയ അത്ഭുതവും ഏത് അത്ഭുതവും കുരിശേന്ന് ആരംഭിക്കുന്നേ. സെലിൻ ജോർജ് ചേച്ചിയെ ഞാൻ കാണുന്നു. വിളിച്ചു പറഞ്ഞോ, കുരിശിലാണ് രക്ഷ. ഗ്ലിൻഡിസ് ജോസ് ബ്രദറെ വിളിച്ചു പറഞ്ഞോ. ബ്രദറെ സ്റ്റീവ്, ഹല്ലേലൂയ. കുരിശേല. അങ്ങോട്ട് നോക്കിക്കോ, വേറെ അങ്ങോട്ട് നോക്കണ്ട. ചേർന്ന് പറഞ്ഞു, ഐ ബിലീവ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. മേരിക്കുട്ടി സെബാസ്റ്റ്യൻ, ഹല്ലേലൂയ. ചിലരുടെ പേരിന്റെ സ്ഥാനത്ത് ഫോണിന്റെ ഒക്കെ പേര് എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് വിളിക്കാത്ത കേട്ടോ. കുരിശ് ഇന്ന് വലിയ പ്രകടമായ അത്ഭുതങ്ങൾ കേട്ടോ. അച്ഛൻ കുരിശ് ഉയർത്തപ്പെടുമ്പോ ഉണ്ടല്ലോ, ഹല്ലേലൂയ. മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. മനുഷ്യപുത്രന്റെ അടയാളം ഉയർത്തപ്പെടും. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. എങ്ങനെയാ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത്? മനുഷ്യപുത്രന്റെ അടയാളം കുരിശാണ്. കുരിശിലൂടെയാണ് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ദേവാലയത്തിന്റെയും മലയുടെയും എല്ലാം ഉയർന്ന സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുന്നത്. അതൊരു പട്ടണത്തിന്റെ, ഒരു ദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ വിജയത്തിന്റെ ചിഹ്നമായി മാറുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് ആ കുരിശിന്റെ വലിയ വിജയം അങ്ങോട്ട് വ്യാപിക്കട്ടെ, ഓരോ മക്കളുടെ മേലും വ്യാപിക്കട്ടെ. കർത്താവായ ക്രിസ്തുവേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ചെവിയില് ഇൻഫെക്ഷൻ കൂടെ വന്നിട്ട് ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ നിമിത്തം ഒരു തലയുടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഹെഡേക്ക് വ്യാപിക്കുന്ന ആരാണ് ഇപ്പോ ഈ ലൈവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന? ഒന്ന് വേവ് ചെയ്തേ, നിങ്ങളൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഇയർ ഇൻഫെക്ഷൻ മൂലമാണ്. പക്ഷെ ഈ ഒരു ഏരിയ മുഴുവൻ പ്രയാസമാണ്. അങ്ങനെ ഒരാൾ ഇപ്പൊ ഈ ലൈവില് സൗഖ്യമാകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ സൗഖ്യം. ഞാൻ പറഞ്ഞില്ലേ, ബിന്ദു റോഷ്, ആ ബിന്ദു റോഷിനെ ഒന്ന് കണക്ട് ചെയ്യാമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ബിന്ദു റോഷ കേൾക്കാമോ? ബിന്ദു റോഷനെ കേൾക്കാമോ? ഹല്ലേലൂയ. ബിന്ദു കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ബ്രദറിനെ കേൾക്കാമോ? ബിന്ദുവിനാണോ ഈ പറയുന്ന പ്രയാസം ഉള്ളത്? എനിക്കാ ബിൻസി, ബിന്ദുവിന് അനിയത്തിയാ. ഓക്കെ. ഈ സമയത്ത് തന്നെ അങ്ങോട്ട് കൈവച്ചേ. ഒന്നും പറയട്ടെ, പെട്ടെന്ന് കൈവച്ചോ. സൗഖ്യം നടക്കുക. കർത്താവായ ക്രിസ്തുവേ, വചനത്തിന്റെ ഉറവിടമേ, ഈ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ പൗരോഹിത്യ അധികാരത്തെ തുറന്നുവിടുന്ന ഈ സമയത്ത് ഹല്ലേലൂയ. ഭയങ്കരമായ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് എന്റെ മകൾ ഇപ്പോൾ തന്നെ വിമോചനം പ്രാപിക്കട്ടെ, വലിയ വിടുതൽ പ്രാപിക്കട്ടെ, ഭയങ്കര അതിശയം നടക്കട്ടെ. എന്റെ മകള് ആ ഇയർ ഇൻഫെക്ഷൻ നിമിത്തം കൂടെ വരുന്ന ഹെഡേക്കിൽ നിന്ന് നിന്റെ മകൾ ഈ നിമിഷത്തിൽ തന്നെ സ്വതന്ത്രയാവട്ടെ. കർത്താവായ ക്രിസ്തുവേ, അമ്മേ മാതാവേ, അമ്മയുടെ വ്യാകുലങ്ങളെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ വ്യാകുലങ്ങളെല്ലാം അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ അമ്മ ഈ സമയത്ത് ഈ മകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പുത്രനോട് അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ഈ മകളെ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ മേൽ വന്ന അതേ കൃപയുടെ വർഷം ഈ മകളുടെ മേൽ ഇറങ്ങി വരുവാനിട വരട്ടെ. ഇതൊരു വലിയ സൗഖ്യമായി വ്യാപിക്കട്ടെ, ഇതൊരു വലിയ അത്ഭുതമായി വ്യാപിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകട്ടെ. ആമേൻ, ആമേൻ. ക്രിസ്തു കേൾക്കാമോ ഞാൻ പറയുന്നേ? കേൾക്കാം. ബ്രദറിന് കേൾക്കാവോ?
കേൾക്കാം സിസ്റ്ററെ. ഞാൻ ഈ ഹലോ. പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഇനി പ്രയാസം കൊണ്ട് ഭാരപ്പെടുകയില്ല. ടോട്ടലി യു ആർ ഹീൽഡ്. താങ്ക് യു ബ്രദർ. കേട്ടോ സന്തോഷത്തോടെ തുള്ളിച്ചാടി കർത്താവിന് നന്ദി പറഞ്ഞു. കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഹലോ. കഴിഞ്ഞ ആഴ്ച ബ്രദർ ഞാൻ പ്രയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോ ബ്രദർ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഞാൻ. വയനാട് നിന്ന് വിളിച്ച വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ച ആളാണ് ഞാൻ. എന്റെ ചെവിക്ക് സുഖമില്ലാതെ ബ്രദർ എനിക്കൊരു പ്രാർത്ഥിച്ച ജോബി എബ്രഹാമിന്റെ വീട്ടിലേക്ക് കർത്താവിന്റെ കരുണ ഇറങ്ങുകയാണ്. ജോബി എബ്രഹാം വരൂ. ജോബി കേൾക്കാമോ ഞാൻ പറയുന്നേ? കേൾക്കാം. ബ്രദർ ജോബി, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല കുരിശിനെ ഉയർത്തിപ്പിടിച്ചു. അതിനകത്തേക്ക് വലിയ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഹല്ലേലൂയ. വിമോചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ക്രിസ്തുവേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഹല്ലേലൂയ. ജോബിയുടെ വീട്ടിലേക്ക് അത്ഭുതം ഇപ്പോൾ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ക്രൂശിതനായ യേശുവേ, ഞങ്ങളുടെ കണ്ണിന് മുമ്പിലേക്ക് ക്രൂശിതനായ യേശുവിന്റെ രൂപം വരച്ചു കാട്ടപ്പെടുകയാണ്. അത് വലിയ അത്ഭുതമായിട്ട് ഈ നിമിഷത്തിൽ തന്നെ മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവേ, വചനത്തിന്റെ ഉറവിടമേ, ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചോ. ജിൻസി സ്തുതിച്ചോ, ജാൻസി സ്തുതിച്ചോ. ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കാൻ തുടങ്ങിക്കോ. ആയിരിക്കുന്നിടത്ത് സ്തുതിക്കാൻ തുടങ്ങിക്കോ. ജോസഫ് മാത്യു, ഞാൻ നിങ്ങള് ലൈവായിട്ട് ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുന്ന കാണുന്നു. ജോസഫ് മാത്യു, ആ കുടുംബം നിങ്ങള് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ആ ചേച്ചിയുടെ കയ്യിരിക്കുന്ന ക്രോസ് ഉയർത്തിപ്പിടിച്ചോ. നിങ്ങളുടെ വീട്ടിലേക്ക് ആ കുരിശിന്റെ വചനത്തിന്റെ വലിയ ശക്തി വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവേ, കുരിശിന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോസഫ് മാത്യു, ഈ സമയത്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ കുരിശിന്റെ പ്രവൃത്തി നിങ്ങളുടെ തലമുറകളുടെ മേൽ ഇറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജിജോ പോൾ, ഹല്ലേലൂയ. കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ജിജോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പല ഭവനങ്ങളിലേക്കും ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. 1-2 വീടുകളിലേക്കല്ല, പല ഭവനങ്ങളിലേക്കും ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഹല്ലേലൂയ. ഒരു കരത്തിൽ കുരിശ് ഉയർത്തിപ്പിടിച്ച് മറുകരം നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് അമർത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ, 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 വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലിസി വിൻസെന്റ് കേൾക്കാമോ? ലിസി വിൻസെന്റിന്റെ മേൽ സൗഖ്യം നടക്കുന്നു. എന്തിനു വേണ്ടിയാ ഇപ്പൊ പ്രാർത്ഥിക്കുന്നേ? പറയൂ ലിസി, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? നാട്ടിലുള്ളൊരു ചേച്ചിക്ക് BP കൂടുതലായിരുന്നു. അപ്പൊ ഇന്ന് ഹോസ്പിറ്റലായിരുന്നു, പോവാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. രാവിലെ വിളിച്ചപ്പോ
അത്ഭുതം നടക്കട്ടെ. ദൂരത്ത് അത്ഭുതം നടക്കുന്ന ലിസി ചേച്ചി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം 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 ജീവനായ വചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലിസി വിൻസെന്റ് ചേച്ചിയെ വിളിച്ചിട്ട് BP ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലുള്ള അത്ഭുതം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഷാജു പോൾ കൊന്നയ്ക്കൽ, ഷാജു പോൾ സംസാരിക്കൂ. കേൾക്കാം ബ്രദർ, കേൾക്കാം. പറയൂ ഷാജു ബ്രദറെ, എന്താ വിശേഷം? സുഖം തന്നെ ബ്രദർ, സുഖം തന്നെ. താങ്ക് യു ബ്രദർ. ഇപ്പൊ ഈ സമയത്ത് ഷാജു പോളെ ഏത് കാര്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? പറ. ഞാൻ മോൾക്ക് വേണ്ടിയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അവളുടെ അഡ്മിഷന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ഹയർ സ്റ്റഡീസിന്. ആ കുരിശങ്ങ് ഉയർത്തിപ്പിടിച്ചേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഈ മകളുടെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറിപ്പോട്ടെ. അവളുടെ അഡ്മിഷൻ എന്നല്ല എല്ലാ കാര്യവും. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റൊരു വലിയ സൗഖ്യം നടക്കുന്നു. ഞാൻ ഷാജി പോളെ തിരിച്ചു വരാം. വലിയൊരു സൗഖ്യം നടക്കുന്നതായിട്ട് കാണുന്നു. അത് ഞാൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്തോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തുവേ, വചനത്തിന്റെ ഉറവിടമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടന്നു തുടങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ, ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ശബ്ദം ഒട്ടും കേൾക്കാൻ വയ്യ. തലവെട്ടിപ്പൊളക്കുന്ന വേദനയാണെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സമയത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇല്ല അതിലും രണ്ടാമത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, കക്ഷത്തില് ഒരു മുഴയുടെ മേല് ഒരു കൈ വെച്ച് ഈ ബ്രസ്റ്റിന്റെ സൈഡില്, കക്ഷത്തില് ഒരു മുഴയുടെ മേൽ ഒരു കൈ വെച്ച് മറുകൈയിൽ കുരിശ് പിടിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഈ മുഴ മാറിപ്പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരോ പ്രാർത്ഥിക്കുന്നു. ആരാ അങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഒന്ന് വേവ് ചെയ്ത് ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. അതിപ്പോ വലിയ സൗഖ്യമായിട്ട് അവിടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ മുഴ തന്നെ അവിടുന്ന് അപ്രത്യക്ഷമാകും. നിങ്ങൾ ഉറച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അത് വലിയൊരു അടയാളമായിട്ട് തന്നെ ഇപ്പൊ ആ വ്യക്തിക്ക് സംഭവിക്കുകയാണ്. ക്രിസ്തുവിന്റെ വചനത്തിന് ശക്തി, ക്രിസ്തുവിന്റെ വചനത്തിന് ശക്തി, ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി, ജീവന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാണ് മുഴ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി? ഈ സമയത്ത് തന്നെ നിങ്ങൾ ആരാണ് മുഴ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി? ഒന്ന് കൈ ഉയർത്താമോ? ഒന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? കർത്താവായ ക്രിസ്തുവേ, ഈ സമയത്ത് തന്നെ ആ അത്ഭുതം സംഭവിക്കട്ടെ, ആ അതിശയം നടക്കട്ടെ. ഹല്ലേലൂയ. കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിന്റെ ശക്തി ഒന്ന് വ്യാപിക്കട്ടെ, ഒന്ന് വ്യാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതമേ ഞങ്ങൾ വിശ്വസിക്കുന്നു, അത്ഭുതമേ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ. വലിയ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക. ഞാൻ വീണ്ടും ആ വാക്യം വായിക്കാം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിജാതിയരിലേക്ക് അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്ക് വ്യാപിക്കേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്തം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കാനാണ് ഇപ്രകാരം സംഭവിച്ചത്. എപ്രകാരം സംഭവിച്ചത്? യേശു കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിമോചനത്തിന്റെ അഭിഷേകം. നട്ടെല്ലുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. നട്ടെല്ലുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞ് സ്വീകരിക്കുക. യേശുവേ എന്ന് വിളിക്കുക. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു രാജാവേ. ഹല്ലേലൂയ. യേശുവേ, ചിത്തകുരിശിന്റെ അടയാളത്താലെ സിന്ധു, ബിനോ, ജോണി സൗഖ്യമാകട്ടെ. മോളി ഐഫോൺ, ഹല്ലേലൂയ. ഫ്രെഡി ബാസ്റ്റിൻ, ജോണി തോമസ്, ഷേർലി, അനിൽ എസ്, ട്രീസ, ഓരോ മക്കളും സൗഖ്യമാകട്ടെ. ട്രസ്യാമ, തോംസൺ തോമസ്, എഡി ജോയ്, എബി പൊനോസ്, ആഷ്ലിൻ, എറിക് ജോൺസ്, ജെറൽ, മിനി പോൾ, മാത്യു ജോൺ, ആൻസി സെബിൻ, സി വി ജോസഫ്, ഡാരൻ ജോബി, ബിന്ദു ബിനോയ്. യേശുവിന്റെ നാമത്തിൽ ഈ പേരുകൾ വിളിക്കുമ്പോൾ തന്നെ അവരുടെ സൗഖ്യം നടക്കട്ടെ. ആന്റോ പോളി, നെൽസൺ പെരേര, ജോസഫ് ബി മാത്യു, ഗ്രേസി ജോസഫ്, ബെറ്റി ജോസഫ്, ടോമി, ബിൻസി അനൂപ്, ബ്ലസ്സി, ലതി, ടോമി തോമസ്. സൗഖ്യങ്ങൾ നടക്കട്ടെ. ആൻസി, ജിജി, സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ജിജി ജോജി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. റീറ്റ മറിയം, വർഗീസ് സെബാസ്റ്റ്യൻ, ജെയിംസ് പുത്തമ്പുരയ്ക്കൽ, പ്രീതി ജോസി, ഫ്രാൻസിസ് പൗലോസ്, തങ്കമ്മ ജോസ്, റെനി, എല്ലാ മക്കളിലേക്കും, അശ്വതി, ഥരേസ, അലൻ. ഹല്ലേലൂയ. വചനം ജീവനായിട്ട് വ്യാപിക്കുകയാണ് സഹോദരങ്ങളെ. ആ വാക്യം ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. ഞാൻ പല ആവർത്തി ആ വാക്യം വായിക്കാം, കാരണം ഇനി അത് പറഞ്ഞ് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ക്രിസ്തു നമ്മെ പ്രതി ഗലാത്യർ 3:13. നിങ്ങൾ ഇന്ന് ഉറങ്ങും മുമ്പേ ഈ വാക്യം എഴുതി പഠിക്കുക, എഴുതി വെക്കുക, വീട്ടിൽ എഴുതി വെക്കുക, കട്ടളയിൽ എഴുതി വെക്കുക, പേപ്പറിൽ എഴുതി വെക്കുക, കണ്ണാടിയിൽ എഴുതി വെക്കുക. എവിടെയാണ് എഴുതി വെക്കാൻ കഴിയും അവിടെയെല്ലാം എഴുതി വെക്കുക ഈ വാക്യം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് യേശു മരത്തിൽ തൂക്കപ്പെട്ടു. അപ്പൊ കുരിശ് മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചതും നമ്മുടെ ശാപവും നമ്മുടെ തലവരം മാറുവാൻ ദൈവം മുൻകൂട്ടി ഒരുക്കി വെച്ചതുമാണ് കുരിശ്. കുരിശ് പിടിക്കുമ്പോ ഓർത്തോണം എന്റെ ശാപം പൊട്ടി മാറിയതാണ്. കുരിശെടുക്കുമ്പോ ഓർത്തോണം എന്റെ മേൽ ശാപം അവശേഷിക്കുന്നില്ല. ഇനി ഒരു ശാപവും എന്റെ മേൽ അവശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. കുരിശെടുക്കുമ്പോ ഓർത്തോണം എന്റെ മേൽ ഒരു ശാപം അവശേഷിക്കുന്നില്ല. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി. ലീന സിബി, ആൻസി ജോസഫ്, എല്ലാ അക്കൗണ്ടുകളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും ഇത് വ്യാപിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഇപ്പോൾ തന്നെ ഓരോ ശരീരങ്ങളെയും സ്പർശിക്കണമേ കർത്താവായ ക്രിസ്തുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാം നമുക്ക് ചില നിമിഷം. ഓ സ്തുതി, സ്തുതി, സ്തുതി രാജാവേ. സ്തുതിക്കുന്ന രാജാവേ, സ്തുതിക്കുന്ന രാജാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞു.
ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 വിമോചനത്തിന്റെ ക്രിസ്തുവേ 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 ഹല്ലേലൂയ 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 ഞാൻ 2 അനുഭവങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ. ഒരു ഭൂതബാധിതനായ ഒരു വ്യക്തി കുറെ നാളുകൾക്ക് മുമ്പേ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. വളരെ കലുഷിതമായ ഒരു വിഷയമായിരുന്നു അത്. വളരെ ഭൂതോപദ്രവം ഹേതുവായിട്ട് രാത്രിയിൽ ഉറക്കത്തിനിടയിൽ കഴുത്തിൽ വന്ന് അമർത്തി, ഒടുവിൽ കഴുത്തിൽ കൈ അമർത്തിയ പാടുകൾ വരും. ഞാൻ ആദ്യം പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ ഊഹമാണ്, സ്വപ്നം കണ്ടതായിരിക്കും. അപ്പോഴാണ് ഷോള് മാറ്റി, കഴുത്തിലിട്ടിരുന്ന ഷോള് മാറ്റി കാണിച്ചു തരുന്നത്. മുറിയിൽ ആരുമില്ല, മുറി അടച്ചിരിക്കുന്നു. ഇതാ കഴുത്തിൽ പാടുകൾ വരികയാണ്. വലിയ ഭൂതബന്ധനത്തിന്റെ കീഴിലാണ്. ഇങ്ങനെയുള്ള കേസുകള് ഒരുപാട് പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. അപ്പൊ ഈ കാര്യം പ്രാർത്ഥനയ്ക്ക് വന്ന ഉടനെ ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോഴേ കർത്താവ് പറഞ്ഞു, വേറൊന്നും പറയണ്ട, വരുന്ന ഉടനെ, ശ്രദ്ധിച്ചു കേട്ടണോ ഈ പറയുന്നത്, വരുന്ന ഉടനെ, ആ വ്യക്തി വരുന്ന ഉടനെ, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉടനെ, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ. ഈ ഒരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട്. ആ മനുഷ്യനെ 11 പരം വർഷങ്ങളായി വലിച്ചിഴച്ച് നശിപ്പിച്ചു കൊണ്ടിരുന്ന ദുരാത്മാവ് ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. അദ്ദേഹം വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തപ്പെട്ടു. ഇത് ഒരു ഷാജിയുടെ മാത്രം അനുഭവമല്ല. ഇത് ഞാൻ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. നമുക്ക് കുരിശ് വളരെ സൗകര്യത്തിൽ കിട്ടുന്നത് കൊണ്ടും വെഞ്ചരിച്ച് തരാൻ ബഹുമാനപ്പെട്ട പുരോഹിതർ വളരെ തൽപരരായതുകൊണ്ടും നമുക്കിതിന്റെ അമിത പ്രാധാന്യം എന്നതാണെന്ന് അറിയത്തില്ല. അയ്യോ, നമ്മള് 2000 വർഷത്തെ സഭയുടെ ചരിത്രം നോക്കിയാല് ഏതെല്ലാം സമയങ്ങളിൽ വിസ്ഫോടകാത്മകമായ ദൈവപ്രവൃത്തി സഭയിൽ നടന്നോ ആ പ്രവൃത്തികളെല്ലാം കുരിശിനെ കേന്ദ്രീകരിച്ചാണ് നടന്നിരിക്കുന്നത്. കുരിശിനെ കേന്ദ്രീകരിച്ചാണ് നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. റോമൻ ചക്രവർത്തിമാരെല്ലാം ക്രിസ്ത്യാനികളെ നേർച്ചക്കോഴികളെ പോലെ ചുട്ടരിച്ച് കൊല്ലുമ്പോഴാണ്, ചുട്ടരിച്ച് കൊന്നോണ്ടിരിക്കുന്ന സമയത്താണ്. നീറോ എന്ന് മാത്രമല്ല, നീറോയ്ക്ക് മുമ്പുള്ളവരെല്ലാം ഭയങ്കര ക്രൂരന്മാരായിരുന്നു. സീസർമാരെല്ലാം ക്രിസ്ത്യാനികളെ നരക തുല്യമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കുസ്തന്തിനോസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ അമ്മയാണ് ഈ വിശുദ്ധ കുരിശിനെ, ഈ ഹെലന, നമ്മള് കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ അതിന്റെ വലിയ ആഘോഷം അത് കൊണ്ടാടിയതാണ്. യേശുവിനെ ക്രൂശിച്ച കുരിശിനെ കണ്ടെത്തി നമ്മുടെ ഇടയിലേക്ക് അതിന്റെ ഉയർച്ചയുടെ ആഘോഷം എത്തിച്ചത് ഹെലന രാജ്ഞിയാണ്. ഹെലന രാജ്ഞിയുടെ മകൻ കുസ്തന്തിനോസ്, കിങ് കോൺസ്റ്റന്റൈൻ. ആ കിങ് കോൺസ്റ്റന്റൈൻ ആണ്
ചെറിയ സൈന്യവുമായിട്ട് വലിയ സൈന്യത്തോട് പോരടിക്കാൻ പോയപ്പോൾ തനിക്ക് തന്നെ ഉറപ്പായി താൻ പോകുമ്പോ തോറ്റുപോകുക. അങ്ങനെ തോൽവിയുടെ ഭയത്താൽ രാത്രി കിടന്നുറങ്ങിയപ്പം കുരിശിന്റെ രൂപം കണ്ടു. ഹല്ലേലൂയ. തന്റെ പടയാളികളുടെയും തന്റെ യുദ്ധക്കോപ്പുകളുടെ എല്ലാം മേളില് കുരിശിന്റെ രൂപം ഉണ്ടാക്കി വെച്ചു. കുരിശിന്റെ രൂപം വരച്ചു വെച്ചു. കുരിശിന്റെ രൂപം ഉരുക്കി ചേർത്തു. ചെറിയ സൈന്യത്തെ കൊണ്ട് വലിയ സൈന്യത്തോട് യുദ്ധത്തിന് പോയി. കുസ്തന്തിനോസ് ചക്രവർത്തി, റോമൻ രാജാവ്, റോമിലെ രാജാവ്, ഓർക്കണം, സീസർമാരുടെ പരമ്പര, നമ്മുടെ നീറോ, കലിഗുള, അവരുടെയൊക്കെ ചരിത്രം നമുക്കറിയാം. വെസ്പേസിയൻ, നീറോ, കലിഗുള, ഇവരെല്ലാം ക്രൂരന്മാരായിരുന്നു. ഇവരെല്ലാം ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലുകയായിരുന്നു. എന്നാൽ ആ വംശത്തിൽ നിന്ന് ഒരാളെ വിശുദ്ധ കുരിശിന്റെ ദർശനം രാത്രിയിൽ കർത്താവ് കാണിച്ചു. പിറ്റേ ദിവസം തന്റെ യുദ്ധസാമഗ്രികളെല്ലാം കുരിശിന്റെ രൂപം ഉണ്ടാക്കി വെച്ച് യുദ്ധത്തിന് പോയി. അങ്ങനെ യുദ്ധം ജയിച്ച് തിരിച്ചു വന്നു. അങ്ങനെ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറി. ചക്രവർത്തിയെ ക്രൈസ്തവനാക്കി മാറ്റിയത് നിങ്ങളും ഞാനും ഇപ്പൊ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കുരിശിന്റെ അടയാളമാണ്. അങ്ങനെയാണ് ക്രൈസ്തവർക്ക് പള്ളി കെട്ടി ആരാധിക്കാനും ക്രൈസ്തവ മതം തന്നെ ഒരു മേൽമതമായിട്ട് മാറിയത്, രാജാവിന്റെ മതമായി മാറിയത്. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതം നടന്നിട്ടുള്ളതെല്ലാം കുരിശിനെ കേന്ദ്രീകരിച്ച്. അത് കഴിഞ്ഞ് ഇതിപ്പോ 300 കാലഘട്ടങ്ങളിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ 300 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള സഭയുടെ മധ്യകാലഘട്ടങ്ങൾ നോക്കിയാൽ ശക്തരായ ദൈവമനുഷ്യന്മാരെല്ലാവരും പറയും, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീട്ടിലേക്ക് തിരികെ വരുമ്പോഴും കുരിശ് വരയ്ക്കുക. കണ്ണിന് മുമ്പിൽ കുരിശിരിക്കട്ടെ. അതാ ഗലാത്യക്കാരോട് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, യേശുക്രിസ്തു ക്രൂശിതനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ. പോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? അതാ ചോദിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു കണ്ണിന് മുമ്പിൽ, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ എന്ന് പറഞ്ഞ, കണ്ണ് തുറന്നാൽ ക്രൂശിതനായി യേശുവും യേശുവിന്റെ കുരിശിലെ വിജയവും കണ്ണ് തുറന്നാൽ നിങ്ങൾക്ക് കണ്ണിന് മുമ്പിൽ കിട്ടിയിരിക്കെ. സാബു കുര്യൻ ബ്രദർ കുരിശ് കണ്ണിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് ഞാൻ കാണും. ജോൺ ജോസഫ് ബ്രദർ കണ്ണിന് മുമ്പിൽ കുരിശ് വെച്ചിരിക്കുക. സന്തോഷമുണ്ടേ. ഇതിപ്പോ നമ്മൾ കാണുന്ന രൂപത്തിലാണ് കുരിശ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാൽ കാണാത്ത രൂപത്തിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ കുരിശ് കയറുമ്പോഴാ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. കാണാത്ത രൂപത്തിൽ എല്ലാത്തിനെയും I am seeing everything through the cross. That is the real revelation of Christianity. I can see everything through the cross. I can't see anything without the cross. I can see everything through the cross. പ്രസിദ്ധമായ ഒരു പാട്ടാണ്. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. ലോയ്സ് ബ്രദറെ ഒന്ന് പാടിക്കേ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. Thy cross before me, the world behind me,
Thy cross before me, the world behind me. Thy cross before me, the world behind me. No turning back, no turning back. No turning back, no turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. Thy cross before me, the world behind me. The world behind me. What made the world behind me? The cross. What made the world behind me? World was before me. How world is behind me now? ലോകം എന്റെ മുമ്പിലായിരുന്നു, ഇപ്പൊ ലോകം എന്റെ പിമ്പിൽ എങ്ങനെയായി മാറി? When cross is before you, world is behind you. When world is before you, cross is behind you. ലോകം മുമ്പിലാണോ? കുരിശ് പുറകില. കുരിശ് മുമ്പിലാണോ? ലോകം പുറകില. Hallelujah. What an awesome life is this. Hallelujah. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാന് വളരെ സന്തോഷവാനാണ്. ഞാൻ ഈ സഭയുടെ മഹത്വം കണ്ടെത്തി കഴിഞ്ഞപ്പോ, ഈ മധ്യകാലഘട്ടത്തിൽ കുരിശ് സഭാചരിത്രത്തിൽ ഉണ്ടാക്കിയെടുത്ത വലിയ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവര് ഓടിപ്പോയ സമയങ്ങളുണ്ട്. ഈ AD 69 റോമൻ ചരിത്രകാരനായ പാമ്പെ രേഖപ്പെടുത്തുമ്പം, റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് രേഖപ്പെടുത്തുമ്പോൾ, അന്ന് ക്രൈസ്തവർക്ക് വലിയൊരു ഓടിപ്പോക്കുണ്ടായി. ബെല്ല മൗണ്ടനിലേക്കൊക്കെ ക്രൈസ്തവർ ഓടിപ്പോയി. ജെറുസലേം നഗരം തീക്കിരയായി. സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അന്ന് ജെറുസലേമായിരുന്നു. ആ ജെറുസലേമിൽ നിന്ന് ഓടിപ്പോയി. ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. അപ്പോസ്തലന്മാരെല്ലാവരും ഓടിപ്പോയി. ഈ ഓടിപ്പോയവര് അന്ന് ആയിരുന്നത് ആ ജെറുസലേം ആ ദേവാലയത്തിന്റെ അഭിമുഖമായുള്ള മലകളിലായിരുന്നു. ആ മലകളാണ് ഈ ബെല്ല മൗണ്ടൻ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം ആ പ്രദേശത്ത് പോയിട്ടുള്ളവർക്ക്. ആ താഴ്വരയിലെ ഗുഹകളില് ക്രൈസ്തവര് വർഷങ്ങളും ദീർഘനാളുകളും താമസിച്ചിരുന്നു. പിന്നീട് എക്സ്കവേഷൻ നടത്തിയപ്പോ ആ ഗുഹകളിൽ നിന്ന് കണ്ടെത്തി എന്താണെന്നറിയാവൂ? ക്രൈസ്തവരുടെ അടയാളമായിരുന്ന അവര് ജെറുസലേം നാട് ദേവാലയം പെസഹാ നാളില് ടൈറ്റസ് അല്ലെ, നമ്മുടെ ടൈറ്റസ് വന്ന്, വെസ്പേസിയന്റെ മകനായ ടൈറ്റസ് വന്ന്, ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമൻ യുദ്ധ തന്ത്രജ്ഞൻ പാമ്പയുടെ നേതൃത്വത്തിൽ വന്ന് ഉഴുതു മറിക്കുക. യേശു പറഞ്ഞു ദേവാലയത്തിന് മേളിൽ കല്ലോട് കല്ല് ചേരത്തില്ലെന്ന്. കാരണം ദേവാലയത്തിൽ തീയിട്ടപ്പോഴത്തേനും ദേവാലയത്തിന്റെ സ്വർണം എല്ലാം കൂടെ ഉരുകി താഴെ വീണു. അപ്പൊ ഈ ഉരുകി താഴെ വീണ സ്വർണം എടുക്കാൻ വേണ്ടി കാലിലെല്ലാം കൂടെ കുത്തി ഇളക്കി. അപ്പൊ അങ്ങനെ അന്ന് വലിയൊരു ഓടിപ്പോക്കുണ്ടായി. ഒരൊറ്റ ക്രൈസ്തവം പോലും കൊല്ലപ്പെട്ടില്ല. കാരണം ഈശോ മത്തായി 24 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലും ശീതകാലത്തിലും ആകാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. അന്ന് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. അങ്ങനെ ഓടിപ്പോയി. അവർ ഗുഹകളിലായിരുന്നു. പിന്നീട് ജിയോഗ്രഫിക്കൽ എവിഡൻസ് അവിടുന്ന് കണ്ടെത്തി. എന്നായിരുന്നറിയോ? ക്രൈസ്തവര് അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ച കുരിശുകൾ, ക്രൂശിത രൂപങ്ങൾ, കുരിശിന്റെ രൂപങ്ങൾ. ഇത് AD 69 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. AD 69 AD 60 AD 70 മുമ്പ് ഓടിപ്പോയ ക്രൈസ്തവര് നെഞ്ചോട് ചേർത്ത് വെച്ചത് ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പ് നമ്മൾ വെച്ചിരിക്കുന്ന കുരിശ. അപ്പൊ ആദ്യ നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ
പ്രാണം പോയാലും അവര് താഴെ വീഴാതെ സൂക്ഷിച്ചത് ഈ കുരിശായിരുന്നു. കാരണം അതായിരുന്നു അവരുടെ കണ്ണിന് മുമ്പിൽ. ഇതാ ഗലാത്യർക്കാരോട് പറയുന്നേ, പോഷന്മാരായ ഗലാത്യരെ, നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം നിങ്ങൾ വിട്ടുകളഞ്ഞല്ലോ. അതാ ചോദിക്കുന്നത്. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയെ നിങ്ങൾ വിട്ടുകളഞ്ഞല്ലോ. കുരിശിലെല്ലാം ചെയ്തവനെ നിങ്ങൾ മറന്നുപോയല്ലോ. എല്ലാം കുരിശിൽ നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഫിനിഷ്ഡ് വർക്ക് നിങ്ങൾ അവഗണിച്ചല്ലോ. ബുദ്ധിയില്ലാത്ത ഭോഷന്മാരായ ഗലാത്യരെ, യേശു ക്രിസ്തു കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി ചിത്രീകരിച്ചിരിക്കുക നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഗലാത്യർ 3:1. ഹല്ലേലൂയ. ഗലാത്യർ 3:1 ചോദിക്കുകയാണ്, നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഹല്ലേലൂയ. അപ്പൊ ഇത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇന്ന് പറയാനിട വന്നത്. പിന്നെ ഏക ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ കുരിശിന്റെ വിജയം. റോയ് പാസ്കൽ ആ അക്കൗണ്ട് ഞാൻ കാണുന്നു കേട്ടോ. എന്റെ ബ്രദറെ, ഇപ്പൊ അവിടെ ഇരിക്കുമ്പോ നിങ്ങള് ആ കുരിശിന്റെ അടയാളം ഉയർത്തി പിടിക്കുമ്പോ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ യേശുവിന്റെ വലിയ മഹത്വത്തെ തിരിച്ചറിയുന്ന ആ ജീവിതം, അത് നമുക്കൊന്ന് ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് അതിന്റെ വലിയ വിജയം നമുക്കൊന്ന് സ്വീകരിക്കാം. ഏക ആത്മാവില് നമുക്കതിനെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിയുമെങ്കിൽ നിങ്ങൾ മുഴങ്കാലിരിക്കാൻ ശേഷിയുള്ളവർ മുഴങ്കാലിരിക്കുക. നമുക്കിപ്പോ ഒരുമിച്ചൊരു പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാം. കുറച്ചുപേരെ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. വലിയൊരു അത്ഭുതം വീടുകളിലേക്ക് വരുന്ന ഒരു പ്രാർത്ഥന നമ്മളിപ്പോ ഒരുമിച്ച് നടത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന വാക്കുകള് ഏറ്റു പറഞ്ഞുകൊണ്ട് ചേർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർത്ത് ശ്രദ്ധിക്കാമോ? ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാമോ? ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാമോ? ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ. എന്നോട് ചേർന്ന് ഈ വാക്കുകളെ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറ. യേശുവേ, ക്രൂശിതനായവനെ, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യത്തെ ഞങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ശുദ്ധ കുരിശിന്റെ അടയാളത്താല് സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി. എല്ലാ ശാപവും വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് പൊട്ടിച്ചെറിഞ്ഞതിന് നന്ദി. സമ്പൂർണ്ണ വിമോചനത്തിന് നന്ദി. സ്തുതിക്കാം, സ്തുതിക്കാം.
കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിറിയക്കിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രയേലിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജി കെ ജോർജിന്റെ കുടുംബത്തിന് വേണ്ടി ജാൻസി തോമസിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പോളിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധന ഷാജി പോൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുറോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻസി സോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടിയും കർത്താവായ ക്രിസ്തുവേ, ഈ വചനത്തിന്റെ വലിയ ശക്തി ഇന്ന് ഓരോ മക്കളുടെ മേലേക്കും വ്യാപിക്കേണ്ടതിനായി കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരുകൾക്ക് കാരണമായി തീർന്ന സകല വിശുദ്ധന്റെ മേൽ ഞങ്ങൾ ഈ സമയത്ത് കൂട്ടായ്മയുടെ വലങ്കരം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തല മുതൽ പാദം വരെ ഒരുപാട് രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാണ്. അടിപ്പിണരാനുള്ള അത്ഭുത സൗഖ്യം നടക്കും. ജീവന്റെ അത്ഭുത സൗഖ്യം. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സൗഖ്യങ്ങൾ നടക്കും. ആർത്രൈറ്റിസുകൾ വിട്ടുമാറട്ടെ. കരൾ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ ദഹനേന്ദ്രിയത്തിന് തകരാറുകൾ വിട്ടുമാറട്ടെ. ഒരുപാട് സൗഖ്യങ്ങൾ നടക്കുന്നു കേട്ടോ. നിങ്ങളുടെ രോഗമുള്ളിടത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ മൗനമായി കുരിശിലെ ധ്യാനിച്ചുകൊണ്ട് എന്റെ കൂടെ പ്രാർത്ഥിച്ചു. ക്രിസ്തുവേ, അത്ഭുതത്തിന്റെ രാജാവേ, എന്റെ മക്കളെ സ്പർശിക്കണമേ. വലിയ അത്ഭുതമാക്കി തീർക്കണം. വലിയ അത്ഭുതമാക്കി തീർക്കണം.
മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിവാഹകാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മക്കൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് കുവൈറ്റിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കൊറോണ സീസണിൽ ഹാഫ് സാലറീഡ് ആയിട്ട് എങ്ങനെ അവിടെ നിലനിൽക്കുമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അച്ഛനെ നൽകിയ അവിടുത്തെ വലിയ കരുണയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അച്ഛനെ നൽകി ഞങ്ങളെ അച്ഛൻ ആശീർവദിക്കുമ്പോൾ അങ്ങയുടെ ആശീർവാദം ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കുവൈറ്റിലുള്ള ഈ കൂട്ടായ്മ മിഡിൽ ഈസ്റ്റിന്റെ മുഴുവൻ ഉണർവിന്റെ ദൈവം ഉപയോഗിക്കുന്നു. അവരുടെ കണ്ണിന് മുമ്പിൽ നിന്ന് കുരിശ് മാറരുതേ. ക്രിസ്തുവേ, ഊണിലും ഉറക്കത്തിലും ഉണർന്നാലും ചലിച്ചാലും ജീവിച്ചാലും കണ്ണിന് മുമ്പിൽ കുരിശ് അടയാളമായിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഈ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യം സഭയാം ശരീരത്തിൽ നിന്ന് വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളിലേക്ക് ആ കൃപ വർഷിക്കപ്പെടുവാനിടയാകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതിയായിരിക്കട്ടെ. ജോൺസൺ അച്ഛ, ഒത്തിരി സന്തോഷം അച്ഛനോട് ചേർന്ന് എല്ലാരോടും ചേർന്ന് ഈ ലൈവില് പങ്കാളിയാകാനായിട്ട് ലഭിക്കപ്പെട്ട അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. 2 മണിക്കൂർ ഒരു ഇന്ററപ്ഷനും കൂടാതെ നമുക്ക് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം അവസരം ഉണ്ടാക്കിയല്ലോ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും വായിക്കാൻ അവസരം ഉണ്ടാകട്ടെ. അച്ഛ, കുവൈറ്റിലെ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. വീണ്ടും കാരണം വരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഒരു വാക്ക് ബ്രദറെ, ഇത്രയും തിരക്കുണ്ടായിട്ട് പോലും ബ്രദറെ ഈ സമയത്ത് അസൗകര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി ബ്രദറിനെയും ബ്രദറിന്റെ ടീമിനെയും വളരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈ റേഞ്ചിലായിരിക്കുമ്പോൾ വണ്ടിയിൽ ഇരുന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു കൃപ നൽകിയും അങ്ങനെ രാത്രിയുടെ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതിന് ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ ഏകദേശം 200 പേർ ഉണ്ടായിരുന്നു. 200 പേര് വളരെയധികം സൗഖ്യം പ്രാപിച്ചതായിട്ട് വിശുദ്ധ കുരിശ് മുഖാന്തരം സൗഖ്യം പ്രാപിച്ചതായിട്ട് നമുക്കറിയാം. വിശുദ്ധ കുരിശിന്റെ ശക്തി എന്തുമാത്രമാണെന്ന് ബ്രദർ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. വിശുദ്ധ കുരിശിനെ വണങ്ങുകയും പോഴ്ത്തുകയും നമുക്ക് ചെയ്യാം. ബ്രദറിന്റെ ആ നല്ല പാട്ട്, കുരിശിന്റെ പാട്ടും വളരെ മനോഹരമായിരുന്നു. ഇംഗ്ലീഷിലുള്ള പാട്ട്, ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്ന ബ്രദറിന്റെ പാട്ട്, പക്ഷെ വളരെ നന്നായിരുന്നു. അതാണ് നമ്മൾ കുരിശിനോടുള്ള വണക്കവും ആദരവും നമുക്ക് ഇനിയും നമുക്ക് ഉണ്ടാവട്ടെ. ബ്രദർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും വിശുദ്ധ കുരിശിന്റെ അടയാളത്താള എന്ന നെറ്റിയിൽ വരച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാനും വീട്ടിലേക്ക് വരുവാനും അതുപോലെ തന്നെ കിടക്കുമ്പോഴും നമുക്കത് വരച്ച് കുരിശിന്റെ വലിയ സംരക്ഷണം നമ്മുടെ മേലുണ്ടാവട്ടെ. കുരിശാണ് നമുക്ക് രക്ഷ, കുരിശിലൂടെയാണ് നമുക്ക് രക്ഷ എന്നുള്ള ആ പാട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണർന്നു വരുവാനായിട്ട് എന്തെല്ലാം സമയത്ത് പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ കുരിശാണ് രക്ഷ, കുരിശാണ് ആശ്രയം എന്നുള്ള ആ പാട്ട്, ആ ജ്ഞാനം നമുക്ക് ശക്തി പകരട്ടെ. കുരിശ് നമുക്ക് ശക്തി പകരട്ടെ. ബ്രദറിന് എല്ലാവിധ ആശംസകളും നേർന്ന് ഇനിയും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബ്രദർ, ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ ദീപബലിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്നത്തെ അല്ല, നാളത്തെ ദീപബലിയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ബ്രദർ സജീവ് ബ്രദറിനും ബ്രദറിന്റെ ഫാമിലിക്കും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നന്ദി അച്ഛാ, നന്ദി. ഒന്ന് ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ബ്ലസ് ചെയ്യാം. കുരിശിന്റെ അടയാളത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വെച്ച് അനുഗ്രഹം ചെയ്യുന്നതായിരിക്കും.
കർത്താവാദീമേ, അങ്ങയുടെ കുരിശാണല്ലോ ഞങ്ങൾക്ക് രക്ഷ. കുരിശിലൂടെയാണല്ലോ രക്ഷ. കുരിശിനെ വണങ്ങുവാനോ ആദരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് കുരിശിലൂടെ രക്ഷ ക്രിസ്തുവിന്റെ അടയാളത്താലെ എന്ന പ്രാർത്ഥനയിലൂടെ ക്രിസ്തു വിശ്വാസം ഞങ്ങളിൽ പ്രസ്താവിക്കുകയും എല്ലാ കുദാശകളും ക്രിസ്തുവിന്റെ അടയാളത്താൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയും അങ്ങനെ ആ കുരിശിന്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തില് ജന്മം മുതൽ മരണം വരെ അങ്ങ് സ്ഥാപിക്കുകയും ചെയ്തുവല്ലോ. ഈ കുദാശകളുടെ പരിക്രമത്തിനും അതുപോലെ തന്നെ ഇതിന്റെ ഫലവും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് രക്ഷ എന്നുള്ള ആ വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലും കുഞ്ഞുമക്കളിലും പുതിയ തലമുറയിലും എപ്പോഴും ഉരുടുവാനായിട്ട് എപ്പോഴും ഉണ്ടാകുവാനായിട്ട് അങ്ങ് കൃപ ചെയ്യണമേ. നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സംരക്ഷണവും നമ്മുടെ എല്ലാവരുടെ മേലിലും കുട്ടികളുടെ മേലും ഈ കൂട്ടായ്മയുടെ മേലും ഇതിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തിയുടെ മേലും സെറ്റിന്റെ പേര് എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.